സിറ്റുവേഷൻ വരുമ്പോ നമ്മള് മറ്റേ മാറ്റി മാറ്റി ഇടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് അറിയാലോ. അതിനനുസരിച്ച് എല്ലാരും കളിപ്പിക്കുക എന്നുള്ള ഒരു രീതി. അതാണ് നീ അല്ലാതെ വേറെ അതൊന്നും മൈൻഡ് ഫക്ക് ഒന്നും ആവരുത് കേട്ടോ ആ കാര്യത്തില്. ഓക്കെ ഓക്കെ. തിരക്കെന്താ കല്യാണം പറയാ അയ്യോ ജോക്കി AFK ആണെന്നല്ലേ ഞാൻ വിചാരിച്ചേ. അവിടെ കുത്തിയിരിക്കുവായിരുന്നു ജോക്കി. എടാ ചന്ദ്രൻ മക്കളിലെ ഷൂ എന്താ കേട്ടില്ല. അല്ല ഷൂ കൊള്ളാന്ന്. ഷൂ 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 ഇനി അതും കൂടെ അല്ല കോപ്പി അടിക്കുള്ളൂ. എന്റെ ഷഡ്ഡി അതേപോലെ ഇട്, ഷഡ്ഡി ഇട്ടിട്ട് എന്റെ ഷൂ ഇട്, എന്നിട്ട് മുടി എന്റെ പോലെ വെട്ട്, അന്നേരം എന്നെ പോലെ തന്നെ ഇരിക്കും. സൂപ്പർ. കെവിനാ രാജുഭായ് അല്ലല്ല വാർപ്പ് വെറുത്തോണ്ടതല്ല ജോഗി അന്ന് കുറച്ച് പേഴ്സണലായിട്ട് ഇല്ല പേഴ്സണൽ ഒന്നുമില്ല. ജോഗി നിന്നോട്ടെ. ജോഗി വെക്കാൻ പറ്റാത്ത പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. അപ്പൊ എന്തായിരുന്നു പറഞ്ഞു വന്നത്? എന്താ പറയാ? എടാ ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി, ഇവനിപ്പോ തീരെ റെസ്പോൺസിബിൾ അല്ല. അളിയാ ഞാനൊരു കാര്യം പറയാം, നീ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്കൊന്നും നിന്നെ ഈയിടെയായിട്ട് കാണുന്നില്ല. ആരൊക്കെ നിക്കുന്നത് നോക്ക്, അലക്സും ഒക്കെ എന്താ ജോക്കി കേട്ടില്ല? അവനെ ഇതിനകത്ത് അരച്ചു കളിക്ക് രാപ്പകലില്ലാതെ ഇതിൽ തന്നെ ഇരിക്കുന്ന ജോക്കി. അവൻ എല്ലാം അറിയാം ഇതിന്റെ, മനസ്സിലായ? ഫേസ് ക്യാം കുറച്ച് താക്കണം. ഞാൻ ഭയങ്കര കുനിഞ്ഞു പോകുന്നുണ്ടോ ജോക്കി? ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഫേസ് ക്യാം കുറച്ച് താക്കണോ? കാണിക്കണം JDPയുടെ പ്രവർത്തനത്തിനും എല്ലാത്തിനും ചുക്കാൻ പിടിച്ച. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? നോക്കിയേ പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നു. സെറ്റ് ഓക്കെ ഓക്കെ. ജോക്കി ഞാനൊരു കാര്യം പറയാം. ചന്ദ്രനും ജോഗിക്കും ഇന്ന് ഞാൻ തരുന്ന റെസ്പോൺസിബിലിറ്റി എന്താന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണം ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത്. അതായത് തമാശ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇന്ന് വിടണം. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു റൂഡായിട്ടുള്ള ഒരു കുറച്ച് എന്താ പറയാ, ഒരു ഗാംഭീര്യമുള്ള രീതിയിൽ സംസാരിക്കണം. സിറ്റുവേഷൻ ആക്റ്റീവ് ആവുന്നതും പിന്നെ നമ്മുടെ കുറച്ചുപേര് പുറത്തിരിപ്പുണ്ടല്ലോ ജോഗി. അപ്പം വീക്ക്ലി ഓരോരുത്തരെ മാറ്റിയിടാൻ പോവാ. കാരണം എല്ലാവർക്കും ഈ പറയണത് പോലെ ഇപ്പം ഈ സ്ട്രീമിംഗ് അതും ഇതും എല്ലാം ഉണ്ടല്ലോ. എടാ ഇപ്പൊ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും മാറ്റിയിടുമ്പോ ഇവന്മാർക്ക് ഈ മറ്റേ പേഴ്സണലി ഫീൽ ബാഡ് ആവാനും ഹേർട്ട് ആവാനും പാടില്ല. അതൊരു റൂട്ടീൻ പോലെ കീപ്പ് ചെയ്യണം. മീൻസ് അത് കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ കീരിയെ എടുത്ത് മാറ്റിയിട്ട് കീരിയെ തിരിച്ചിടാൻ പറ്റില്ല. ഈ ആഴ്ച ഞാൻ പുറത്തു പോയി, കീരിയെ ഇടാൻ പറ്റില്ല. അവൻ ഇനി ഇടുവോന്ന് ചോദിച്ച മെസ്സേജ് ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. അപ്പൊ എല്ലാവർക്കും മാറി മാറി കളിച്ചേ പറ്റുള്ളൂ ജോക്കി. അപ്പൊ ആക്റ്റീവ്നെസ് അനുസരിച്ച് മാറ്റി നമുക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. മനസ്സിലായ? പിന്നെ വേറെന്തോ ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ വാറിനും പ്രീ വാറിനും ഒക്കെ വരുന്ന ടൈമിൽ നമ്മളൊരു സിറ്റുവേഷൻ സിറ്റിയിൽ ട്രിഗർ ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിളിച്ചു കയറ്റാനൊന്നും പറ്റത്തില്ല. കറക്റ്റ് സമയത്ത് കയറി വന്നിരിക്കണം. അത് ചന്ദ്ര നീ സീരിയസ് ആയിട്ട് സംസാരിക്കണം ചന്ദ്ര. ഇതാണോ സീരിയസ് ടോൺ ആണോ ഇത്? എടാ എല്ലാരും റേഡിയോ 83 കണക്ട് ചെയ്തോ. 83 എടാ 83 കണക്ട് ചെയ്തോ. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ജോഗിക്ക് പൃഥ്വിരാജിന്റെ അതേ സൗണ്ട് ഉണ്ട് കേട്ടോ. സൗണ്ട് വയറിലൊക്കെ വേണം എനിക്ക്. മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വേണം. ഒളിച്ചും ഇത് അർദ്ധനാരിയിലെ മനോജ് ഗേജൻ തങ്കനും എന്നൊക്കെ പറഞ്ഞിരുന്ന അടിച്ചാൽ തിരിക്കുക കണ്ണാപ്പിയെ ഉള്ള കാര്യം പറഞ്ഞേക്കാവേ. ബോബ്സ്റ്റർ ജീവനുണ്ടോ? ബോബ് നക്ഷത്രം. ഓക്കെ ഓൾ ഗുഡ്.
പറയടാ ആ സക്കീറേ എടാ നിന്നെയല്ലടാ ഞാൻ കാണാത്തത് നീ നിന്നെയല്ലേ കാണാത്തത് നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എടാ നീ അവിടെ ഞാൻ ഇവിടെ താഴെ ലോഗോടെ അവിടെ ഉണ്ടറാ ലോഗോ ഇല്ലേ ടിവിയുടെ ലോഗോ ടിവിയുടെ ലോഗോടെ ഇങ്ങോട്ട് വാ ആ അത് ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് കഴ കഴിഞ്ഞ മറ്റവന്റെ കഴ കഴിഞ്ഞ ക്രാഷ് ഹലോ അണ്ണാ ബർത്ത്ഡേ ആണോ ഹാപ്പി ബർത്ത്ഡേ വല്ലവനെ അല്ലണ്ണാ ഇപ്പൊ വന്നില്ല ഇപ്പൊ വന്നോളൂ പിന്നെ ഡ്രസ് മാറിട്ടോ പെട്ടെന്നാട്ടോ അല്ലല്ല ഒരു കാര്യം അണ്ണന് ദർശനെ ഇപ്പൊ കണ്ട് ദർശന എന്റെ അടുത്ത് അണ്ണന്ന് പോയി ഞാൻ ഡ്രസ് മാറിട്ടോ ഇത്രയും ഒരു പൂച്ചാണ്ടി ഒന്ന് പറയിക്കണേ ഒരു കാര്യം. അല്ലല്ല ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടൊരു കോഹ്ലി ലീഡറിനെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. സീരിയസ്നെസ് ഇല്ല. നമ്മുടെ ചരിത്രത്തിൽ പല കോഹ്ലി ലീഡേഴ്സും പലരും വന്നിട്ട് ഇത്രയും കുട്ടിക്കളിയും കളിച്ച് ഈ ഒരു കണക്കുമില്ല ഒന്നുമില്ല. അത് 24 മണിക്കൂറും ആ അലീനയുടെയും കൊച്ചിന്റെയും പുറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്ന ഒരുത്തിനെ ഒന്നും കോഹ്ലി ലീഡറായിട്ട് വെക്കേണ്ട. സ്വന്തം ഭാര്യയല്ലേ ജോക്കി? അത് സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിധിയില്ല സ്വന്തം ഭാര്യയോട് നടക്കുന്നതിന്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഫാമിലിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. വേറൊരു കാര്യം പറയട്ടെ, ദർശനെ നാളെ ഒന്ന് കാണുന്നുണ്ട് ഞാൻ. എന്തിനാണ് ജോക്കി? അതൊക്കെ ഉണ്ട്, വഴിയെ പറയാം. ഓക്കെ, പക്ഷെ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് പറയണം കേട്ടോ ചന്ദ്രന്റെ കാര്യം. ചന്ദ്രൻ സീരിയസ് ആയിട്ട് പറയാം ജോക്കി. അതല്ല ഞാൻ പറയണേ, സിറ്റിയിൽ ഒരു 3 കോഹ്ലി ലീഡറിനെ ആക്കാൻ പറ്റുമോ? ജോക്കിയെ ഞാൻ ഇപ്പൊ കോഹ്ലി ലീഡർ ആക്കിയാണ്. വേണ്ട മോനെ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഇത് ഉള്ള പോലെ ഇരുന്നോളാം. അല്ലെങ്കിൽ ഒറ്റ വഴിയുള്ള ചന്ദ്രനെ കോഹ്ലി ലീഡറിൽ മാറ്റണം. വേണ്ട നീ ആ പ്രാക്കും കൂടെ എടുത്ത് എന്റെ തലയിൽ കൊണ്ടു വെക്കാൻ. അവനുണ്ടല്ലോ, അവനൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ പ്രാഗുന്ന ടൈപ്പാണ്. വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ അല്ല, ചാറ്റിനകത്ത് പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ ഞാൻ ക്യാമറ താത്ത് വെച്ചാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. ആ പറ്റും കഴിവേറി ക്യാമറ താത്ത് വെച്ചാൽ കാണാൻ പറ്റുമെന്ന് അവര് പറഞ്ഞതാ ജോക്കി. എന്നെ എനിക്ക് അറിഞ്ഞൂടാ. കുശുമ്പിന് മരുന്നില്ല. ഏത് കുശുമ്പ്? അളിയ ഗോഗു എന്ത് പറ്റിയടാ? അല്ല, ഞാൻ കുശുമ്പിന് മരുന്നില്ലെന്ന് ഇങ്ങനെ രാജന്റെ അടുത്ത് പറഞ്ഞാണേ. ആണല്ലേ? അതെ അല്ല, നിന്റെ അടുത്ത് മാറിപ്പോ പറഞ്ഞത് വിഷമമായോ ജോക്കി അങ്ങനെ പറഞ്ഞത്? ഒരു മിനിറ്റ്, ഒരു കോള്. എനിക്ക് എന്തൊരു വിഷമം? ഹലോ അണ്ണ, ഒരു ചെറിയൊരു കാര്യം പറയാനായിരുന്നു. ഓക്കെടാ, പറഞ്ഞോടാ. എന്താണ് ചെറിയ കാര്യം? അണ്ണ, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അന്ന് അണ്ണന് ഞാനൊരു വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? അതൊരു ദുർബല നിമിഷത്തിൽ അതൊന്ന് ഇറക്കേണ്ടി വന്നു. റിവീലായി പോയി. വണ്ടി റിവീലായ? പിന്നെ ശരത്തേട്ടനോട് ഇറക്കി. പിന്നെ ശരത്തേട്ടൻ ഒരു കാര്യം കാണിച്ചില്ല എന്ന് കാണിച്ചാൽ കൊടുത്തു. അയ്യോ സോറി, അണ്ണുവിന് ലോഗോടോട് കൊണ്ടുവരുമോ? ടിവിയുടെ ലോഗോടോട് അങ്ങോട്ട് കൊണ്ടുവരുമ്പോ എടാ, ആ വണ്ടി ഇറങ്ങി, എന്നിട്ട് എന്റെ വണ്ടി ഇതുവരെ ഇറങ്ങിയില്ല. എടാ, ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്തൊക്കെ. എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോ സാധനം ഒരു ദിവസത്തേക്ക് സർപ്രൈസ് ആയിട്ട് തരും. KVAക്കാർ ഒരു ഡ്രസ്സും വണ്ടിയും കൊണ്ടുവന്നായിരുന്നു. പിന്നെ എനിക്കത് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് പല വണ്ടികൾ വന്നു, പല സാധനങ്ങൾ വന്നു, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ആകെ ഉള്ളത് ഇപ്പൊ എന്റെ ഒരു നല്ല വണ്ടി എന്ന് പറയാം, ഹർലിനും മറ്റേ മസ്താഗില്ലേ നമ്മുടെ സാഗുരു തന്നെ. എടാ, അത് ഐറ്റം വണ്ടിയാണോ അത്? അത് നോക്കിയാൽ കഴിയുന്ന ഷെയ്ക്കൊക്കെ ഓടിച്ചോണ്ട് നടക്കണം. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കിട്ടില്ല. സിറ്റിയിൽ എല്ലാവർക്കും ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സിറ്റിയിൽ എല്ലാവർക്കും ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കൊമ്പനുണ്ട്, അതായത് സാഗുരു തന്ന വണ്ടി. കൊമ്പനുണ്ട്, നല്ലൊരു വണ്ടി കേട്ടോ. അത് ആ മസ്താങ്ങില്ലേ, അതൊരു സാധനമാണ്. അതെല്ലാം സിറ്റിക്കകത്ത് അപ്പാപ്പനോട് കുറെ പേര് വന്ന് ആ വണ്ടി തരുമോ, ആ വണ്ടി കിട്ടുമോ, എത്ര രൂപ വേണേലും പ്രീമിയത്തിൽ തരാന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വന്നായിരുന്നു. ആ ബ്രോങ്കോ ഉണ്ട്. ബ്രോങ്കോ പിന്നെ ഈ ബ്രോങ്കോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടാ. ഈ ബ്രോങ്കോ ജിംനിക്കും ബ്രോങ്കോയ്ക്കും ക്രോസ് ആയിപ്പോയി ഈ ബ്രോങ്കോ. അപ്പാപ്പ
അപ്പാപ്പാ സിറ്റി കത്തിയോ അപ്പാപ്പാ 20 PL അപ്പാപ്പാ എന്തൊക്കെ ഇപ്പൊ കത്തി നിങ്ങളെ എങ്ങനെയാടാ താന്ന് പോകുന്നത് സാധനം താണു പോണത് മുപ്പതായില്ലേ അതിന്റെ ക്ലോസ് 30 ആയില്ലേ അതിന്റെ ഒരു വയസ്സിന് പ്രായക്കുറവല്ല 1 വയസ്സ് വെറും 1 വയസ്സ് ഈകളെ നീ ഇവനൊക്കെ മറുപടി പറഞ്ഞു എന്തിനാടാ ഇനി കുറച്ച് സമയം എടുക്കീങ്ങളെ വാണക്കണ്ടിക്കൊക്കെ മറുപടി വേണ്ടേ ചെറുത്തേട്ടൻ രണ്ടി ചെറുത്തേട്ടൻ മുമ്പ് നീ വന്ന് നോക്ക് പിടിക്കാൻ പിടിക്കാൻ പോലെ ചന്ദ്ര ബിഹേവ് ബിഹേവ് പറഞ്ഞിട്ട് വണ്ടിക്കകത്ത് ഒരാളുടെ വരുന്നു ഓടി വരുന്നു ലെഫ്റ്റ് സ്നൈപ്പ് ഓടി വരുന്നു ഗാംഗ്ലസ് ഇല്ലേ വണ്ടി ഒന്ന് നിലത്തോട്ട് ഇറക്കണ ജാക്കറ്റ് 605 എന്റെ ഇതിന്റെ മണ്ടയില വേറെ വണ്ടി എടാ ഗ്യാങ് അല്ല റേഡിയോ 83 എല്ലാരും 83 കണക്ട് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും വെൽക്കം പേരില്ലേ വാട്സപ്പ് ടി വി ഉണ്ടല്ലോ ഇത്ര ലേറ്റ് ആയി പോയി എന്താ നടന്നതെന്ന് പറയോ ഒന്നും നടന്നില്ല ഗ്യാങ് മീറ്റിംഗ് നടക്കാൻ പോണതേ ഉള്ളൂ എല്ലാവർക്കും വെൽക്കം വ്ളോഗ് എന്തായി വ്ളോഗ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അവൻ എഡിറ്റ് ചെയ്യാനുള്ള താമസം ഇനി എഡിറ്റ് ചെയ്ത് ഉടനെ വരും കെവിയുടെ ഗാങ്സ് ഇല്ല കെവിയുടെ ഗാങ്സ് ഇല്ല നമ്മുടെ ഗാങ്സ് ഉണ്ട് നമ്മുടെ ഉണ്ടാ നമ്മ സെർവർ ഇതല്ലാതെ ഗ്യാങ് ഫണ്ട് വെക്കും ഇന്ന് ഗ്യാങ് ഫണ്ട് വെക്കും കാരണം നമ്മൾ കഴിഞ്ഞ വട്ടം ഗ്യാങ് ഫണ്ട് പറഞ്ഞിട്ട് ഞാനുണ്ടല്ലോ ഞാൻ ലൈവിൽ വന്നൊന്ന് ഗ്യാങ് ഫണ്ട് മന്ത്ലി കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ പ്ലേയേഴ്സിന് കുറച്ച് പേർക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം എനിക്ക് ഇത്ര ആൾക്കാർ മാത്രമായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഫുൾ ആൾക്കാരുടെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തത് പക്ഷെ ഈ മാസം എന്തായാലും ഞാനൊരു ഗ്യാങ് ഫണ്ട് കളക്ഷൻ പറയുന്നുണ്ട് കാരണം നമ്മുടെ ഫണ്ട് ഇല്ല ഇനി എന്തെങ്കിലും ഇവന്റ് വരുവാണെങ്കിലും നമുക്ക് കുറച്ച് ഫണ്ട് വേണം അപ്പൊ കുറച്ച് വലിയ ടാർഗറ്റ് ഒന്നുമല്ല കുറച്ച് കേവേ തന്നില്ല ന്യൂ ജീപ്പ് എനിക്ക് കിട്ടിയില്ലടാ എടാ എല്ലാരും കേറിയോ ബാക്കിയുള്ളവരൊക്കെ വരും വന്നോ ഞാൻ 1 2 3 4 5 6 7 8 9 11 12 13 14 15 16 17 18 പേര് റേഡിയോയിൽ എത്ര പേരുണ്ട് 13 പേര് ഓരോന്നൊക്കെ എടുക്കുമ്പോ നോക്കി എടുക്കണേ എടാ ഞാൻ ഇത് റിവീൽ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോടാ അപ്പാപ്പനാണ് ഇപ്പൊ വിളിച്ചേ ആരോ വിളിച്ചു നീയാണോ വിളിച്ചോ എടാ അതല്ലടാ ടർഫിന്റെ IP റിവീൽ ആക്കുമെന്ന് തോന്നുന്നുണ്ടോന്ന് ഞാൻ അവൻ F8 ഒക്കെ എടുക്കുമ്പോ നോക്കണോന്ന് പറഞ്ഞതാണ് മനസ്സിലായ F8 എടുക്കുമ്പോ നോക്കണോന്ന് പറഞ്ഞാ നിങ്ങൾക്ക് എന്താടാ നിങ്ങളെന്താ പറയണേ
എഫ്ഐറ്റ് എടുക്കുമ്പോഴേ ഓരോന്നൊക്കെ എടുക്കുമ്പോൾ റിവീൽ ആവാതെ നോക്കണമെന്ന് പറഞ്ഞാണ്. കാരണം ഇവിടുത്തെ പിയിലൂടെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ ടെറർ സെർവറിന് വേറെ IP-യാ. അന്ന് വേറെ ഏതോ ജാക്കറ്റ് ഒക്കെ ഇട്ട് വരണം. ആ അണ്ണന്റെ ജാക്കറ്റ് എന്തോ ഇട്ട് വരണുണ്ടോ? ഇത് എന്റെ ഉടുപ്പാ. വേറൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങ് എടുത്തിട്ടുണ്ടോ? നിന്റെ ഉടുപ്പ് എന്റെ ഉടുപ്പെന്നൊക്കെ ഉണ്ടോ? ഇത് ടിവിയുടെ ഗാംഗ്ലസ് അല്ല. എടാ എനിക്ക് അറിയാന്ന് ടിവിയുടെ ഗാംഗ്ലസ് ഇടാൻ പറ്റിയില്ല. അതിന് മുന്നേ ഇത് കിട്ടിയിട്ട് ഞാൻ ടപ്പെന്ന് പറഞ്ഞ് ഇറങ്ങിയില്ലേ. ഞാനോർന്ന് KVP-യുടെ ഗാംഗ്ലസ് ഇട്ട് വന്നത് കേട്ടോ. ബാഗിൽ പരുന്ത് വാസടാ. ഇത് KVP-ക്കാർ എനിക്ക് തന്നതാ. പായും എയും ആറും മാത്രമേ ഉള്ളൂ, പിന്നെ വാസുവാ. ഇവിടെ എന്റെ ചെറിയ കഫേയുടെ ഫ്രണ്ട് വഴി പോയത്. ഹലോ ഞാനുണ്ടല്ലോ ചന്ദ്രനെതിരെ നല്ല രീതിയിൽ പ്രതിഷേധിക്കും കേട്ടോ, കൂടെ പിടിച്ചോണേ. അതത്ര ഉള്ളു ചോദിക്കും. അത്ര ഏരിയയിലുണ്ട് എന്നെ ഒന്ന് പിക്ക് ചെയ്യും. WW പോകുന്ന വഴി ചന്ദ്രന്റെ കട ഫോണില്ല. ഗ്രൂപ്പുകളുണ്ട്. എവിടെ ചന്ദ്രന്റെ കടയാണോ? വെയിറ്റ് ചെയ്യാൻ വരാം. വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണ്ണിന്റെ കേസ് പിന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഗണ്ണിന്റെ കേസ് ജോക്കി ഉണ്ടല്ലോ, എനിക്കൊരു നല്ല ഡൗട്ട് ഉണ്ട് ജോക്കി. അതായത് ഇവനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഗ്യാങ്ങുകളെ ഹെൽപ്പ് ചെയ്യാനാന്ന് പറഞ്ഞ് ഗണ്ണ് ചോദിക്കുന്നു. നമുക്ക് തൽക്കാലം വെറുതെ ഇരിക്കുവല്ല. ഇല്ലല്ല ഞാൻ കൊടുത്തില്ല. കറക്റ്റ് എണ്ണം കയ്യിലുണ്ടോ? പിന്നില്ലാതെ. കൊള്ളാം കേട്ടാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, മറ്റേ ചന്ദ്രബോസ് ഇല്ലടാ നമ്മുടെ ആ ബുദ്ധിയില്ലാത്ത കോലീഡർ, മെയിൻ സിറ്റി കയറി 83 റേഡിയോ കണക്ട് ചെയ്തിരിപ്പുണ്ട് കേട്ടാ. ആരും വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ അവിടെ മെസ്സേജ് അടിച്ചിരിക്കണം അവിടെ. ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരുത്തിനെ ഞാൻ എങ്ങനെ എടുത്ത് വെച്ചിരുന്നത്? നിനക്ക് ഉറക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് വന്നത്. എന്നിട്ട് ഉറങ്ങാതെ മൂങ്ങയെ പോലെ രാവിലെ 7 മണിക്ക് എണ്ണീറ്റ് ഇടിയപ്പം കടലക്കറിയും കഴിച്ചിട്ട് ഞാനും പിറ്റാച്ചിയും വണ്ടി ഓടിച്ച് എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് കിടന്നുറങ്ങി ഇപ്പോഴേ എണ്ണീറ്റത്. എല്ലാം റീസെറ്റായി എല്ലാം. ഇപ്പം ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. മനസ്സിലായോ? എണ്ണിക്കുന്നത് രാത്രിയില്, ഉറങ്ങണത് പകലും. ജീവിതം വെറുത്തറ. ഞാൻ ഒരു 5 ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ എന്തെങ്കിലും കലക്കി തരണേ. ഇന്ന് ഉറക്കില്ലാണ്ടിരിക്കണ പോവാ. 16 പേരെ ഉള്ളൂ. 17 പേരായാലോ ഇപ്പൊ നമ്മള് സിറ്റിയിൽ. അവരെല്ലാം വരുന്നേ ഉള്ളൂ. വൈറ്റ് ലിസ്റ്റ് കിട്ടിയുള്ളൂ എല്ലാവർക്കും. കുറച്ച് പേർക്ക് വൈറ്റ് ലിസ്റ്റ് കിട്ടാറുണ്ട്. ഒരു 5 മിനിറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നമുക്കൊരു 10:55 56 ആകുമ്പോഴത്തേനും തുടങ്ങും. ദേവൂട്ടൻ കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല, ഓക്കെയാണ്. ഇപ്പൊ റിയൽ ബാറ്റ്മാൻ ആയ സത്യൂടാ. ഇത് എനിക്ക് ഇങ്ങനെ പോയ എന്തെങ്കിലും വരും കോപ്പ് പണ്ടാരം. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കൈസ്, ഉറക്കം. അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പകല് കുറച്ചൊരു 10-11 മണിക്കെങ്കിലും എണ്ണീക്കാൻ നോക്കണം. ഞാൻ വിചാരിക്കുന്ന റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്ക് ഉറങ്ങിയിട്ട് 11 മണിയാകുമ്പോൾ എണ്ണീക്കുക. അതാണ് എന്റെ ടാർഗറ്റ്. പക്ഷെ അത് നടക്കുന്നില്ല എനിക്ക്. അത് നടക്കുന്നേ ഇല്ല ഒരാഴ്ചയായിട്ട്. 24 hours ലൈവ് ഇവിടെ സെറ്റ് ആവുന്നു. വേണ്ട കത്തു പോവും. അണ്ണാ ആ ഡ്രസ് ഇട്ട് പോകുന്നു. എടാ അല്ല ജോക്കി ഇട്ടേക്കടാ, ജോക്കി ഇട്ടേക്കുന്നു. പ്രീ വർക്കൗട്ട് നിന്ന് ഉറക്കം വരുമെന്ന്. ഉറക്കം വരും. പക്ഷെ അത് പ്രീ വർക്കൗട്ട് നിന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ ചിലപ്പോഴേ കിഡ്നി ഒക്കെ അങ്ങ് പോകും. മനസ്സിലായ? എന്താ പരിപാടി ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ചാടി വണ്ടിയുടെ ഉണ്ടെങ്കിൽ കയറി, പിന്നെ അവിടെ നിന്ന് നിരങ്ങി താഴെ ഇറങ്ങി ഇപ്പുറത്തെ വണ്ടിയിലൊക്കെ കയറി, പിന്നെ 3ാമതൊരു വണ്ടി ഉണ്ടെങ്കിൽ അതിലും കയറി ഇനി ചുമ്മാ ഇരിക്കുക. ഉറക്കി എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം ഉണ്ടോ? എന്റെ ലൈവിൽ തന്നെ പേടിച്ചിരിക്കും. ലൈവിൽ തന്നെ പേടിച്ചിരിക്കും.
ഹൗ ഇസ് ലൈഫൊക്കെ അടിപൊളിയാ. പക്ഷെ എന്തൊക്കെ ഒരു ഈ ഉറക്കമൊന്നും ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മെന്റലി പോയിരിക്കുകയാണത്. ഞാൻ അതുകൊണ്ടല്ലേടാ ഇപ്പൊ വേറെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ. എന്റെ പ്രശ്നം തന്നെ എനിക്ക് അധികമാണ്. ഹൈനയുടെ അപ്ഡേറ്റ്. ഹൈനയുടെ പണിയെല്ലാം കഴിഞ്ഞ് അവന് ലോഞ്ച് ഇവന്റ് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഫൈനൽ നമ്മുടെ ലിവറിയിൽ നമുക്ക് മൂന്ന് കളർ ആഡ് ചെയ്യണമല്ലോ. ഹൈനയിൽ നമുക്ക് 2 കളറെല്ലാം ഉള്ളായിരുന്നു. 3ാമത്തെ കളർ ആഡ് ചെയ്യണ്ടേ? ലിവറിയുടെ പണിയോടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ഉണ്ട് ആ വണ്ടിക്ക്. ഹൈനയ്ക്ക് അതായത് നിങ്ങൾക്ക് കണ്ട ഹൈന അല്ല എന്ന് ഒരിക്കലും തോന്നില്ല. ഹൈനയാണ്, പക്ഷേ ബട്ട് സംതിങ് ഡിഫറെന്റ് ഹൈന. ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തീരും. അതെനിക്കറിയാം, ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തീരും. ഉറക്കമില്ലാതെ ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തീരും. ഡെവലപ്പർ അപ്ഡേറ്റ്. ഡെവലപ്പറെ നമ്മൾ ഓൾറെഡി ഹയർ ചെയ്ത് ബ്രോ. നമ്മളൊരു പുതിയ വൈമാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതൊരു RP ചെയ്യാനുള്ള ഒരു വൈമാപ്പ് TVക്ക് വേണ്ടി. നമ്മൾ മിക്കവാറും അങ്ങനത്തെ എല്ലാം ഈ ടെർസറോറിലേ ചെയ്യുള്ളൂ. കാരണം ഇനി അങ്ങനത്തെ ഒരു ഇവന്റ് പണ്ടത്തെ പോലെ നമ്മൾ പ്ലാൻഡ് RP അല്ല, പ്ലാൻഡ് ഇവന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ഇവന്റ് ആയിട്ട് കൊണ്ടുവരുന്ന മൊത്തം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ആർക്കെങ്കിലും വേറെ നമുക്കിപ്പോ ബ്ലാക്ക് മാഫിയോ അങ്ങനെ എല്ലാവർക്കും ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ കൊടുത്തിട്ട് ഇവിടെ കയറ്റി ചെയ്യുക. അതാണ് നല്ലത്. എല്ലായിടത്തും പെട്ടെന്ന് വരാൻ പറയണ്ട, ഡിലേ ആക്കല്ലടാ. സെയിം ബട്ട് ഡിഫറെന്റ്. അതെ നീ ഈ തുള്ളി കളിച്ച് നടന്നല്ലടാ നീ ക്രാഷ് ആവുന്നത്. നീ അനാവശ്യ പ്രോപ്പിലൊക്കെ പോയി ഇടിച്ച് നീ ഈ മൂഞ്ചിത്തരെല്ലാം കാണിച്ചാണ് നീ ക്രാഷ് ആവുന്നത്. നീ അടങ്ങി ഒരിടത്ത് നിന്നാ നീ ക്രാഷ് ആവൂല. നിനക്ക് ശരിയാ സാർ, നല്ല രസല്ലേ സത്യം. ഇന്ന് ഫോർസ് ഉണ്ടോ ബ്രോ? MRCയിലുള്ളവരെല്ലാം ഇവിടെ എറണാകുളത്തുണ്ട്. അവരപ്പോ ഇന്ന് തന്നെ കാണാൻ വരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒത്തിരി നേരം ഉണ്ടാവില്ല. ഫോർസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. RP കഴിഞ്ഞിട്ട് ഞാൻ FPS ഡ്രോപ്പ് ആകുന്നുണ്ട്. ടെർ സെർവറിൽ ബ്രോ പ്രോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് FPS ഇങ്ങനെ ഒഴുകും, ഫ്ലക്ച്വേറ്റ് ആവും നല്ലതുപോലെ. അതുകൊണ്ടാണ് വൈ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ബ്രോ വരെ വൈ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിനകത്ത് ഭയങ്കര നോർമലി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞ്, അതായത് ഇതിനകത്തുള്ള സാധനങ്ങൾ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട പ്രോപ്പുകളൊക്കെ വെച്ച് ചെയ്യുന്ന RPകളുടെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു. കാരണം TV അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. വേറെ ഗ്യാങ്സിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. TV അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അത് ഓഡിയൻസിനാണല്ലോ ആൾക്കാർക്ക് അറിയാം. ഇനി നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പുതിയ വൈമാപ്പുകളും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമുക്കൊരു കോൺസെപ്റ്റ് കിട്ടിയാൽ മതി. വർക്ക് ചെയ്യാനും സംസാരിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഒരു ആൾക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടണം. സ്പേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈമാപ്പിന്റെ കാര്യമൊക്കെ നോക്കുന്നത്. ജസ്റ്റ് വിളിച്ച് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് വരാന്ന് പറഞ്ഞു. ജോക്കി എല്ലാവരും എത്തിയോ? 17 വരെ എത്തിയിട്ടുള്ളൂ. IR ഹോസ്റ്റേജ് എടുക്കാണ്. 25 പേരുണ്ട് നമ്മള്. ഇതാരാ? 25 പേരുണ്ട്. മോന്റെ പേരെന്താ കേക്കട്ടെ? ഞാൻ അപ്പൊ ഇതാണ് എന്റെ പോയിന്റ്. അതാ മോന്റെ പേരെന്താ ചോദിച്ചേ? പിറക്കാസ്. ആകാശാണോ? പിറക്കാസ്. തന്തേ വേണ്ട മോനെ വേണ്ട തൽക്കാലം. രണ്ടും ഇറങ്ങിക്കോ. നിനക്ക് ജനിക്കാതെ പോയ അപ്പനാടാ ഞാൻ. കുഴപ്പമില്ല, എനിക്ക് അപ്പൂപ്പ വേണ്ട. തന്തയില്ല എനിക്ക്, പിന്നാണല്ലേ അപ്പൂപ്പൻ. തന്തയില്ലാത്തയാണെന്നല്ലേ? തന്തയാണെന്ന് അറിയത്തില്ല, പിന്നെ എനിക്ക് അപ്പൂപ്പനെ കിട്ടിയിട്ട് അതായിട്ടോ വേഗം പറഞ്ഞേ. അപ്പൊ ഓൾഡ് ഗോകു. അതെ ശരിയല്ലേ? ഇന്ന് MRC എല്ലാരും വന്നിട്ട് ഹോസ്റ്റ് എടുത്തത് പോവോ? ലൈവ് ഒന്നുമില്ലെങ്കിൽ ഷെയ്ക്കിന്റെ ലൈവിൽ പോയി പറയണ കേട്ടാ. ഷെയ്ക്കാടന്റെ തല്ലിക്കൊന്ന് കൺഫേം ചെയ്താൽ മതി. അപ്പോഴത്തേക്കിന് എനിക്ക് താല്പര്യമില്ല.
എന്താ രസം നിനക്ക്? വാസുവിന് ഒരു കൂട്ടില്ലാന്ന് പറഞ്ഞതിന്റെ പേരിൽ അവൻ പെണ്ണാവാൻ പോവാന്ന് പറഞ്ഞു. അയ്യേ അപ്പാ നിങ്ങൾ കൊണ്ടുവരാന്നേ. ഇവനൊക്കെ എങ്ങനെ നടന്നതാ നോക്കിയ അപ്പൊ ഇപ്പൊ നടക്കുന്നുണ്ടാ കണ്ടാ? കണ്ട് എല്ലാവർക്കും എന്തൊരു മാറ്റം വന്നിരിക്കുന്നല്ലേ. എന്റെ അടുത്ത് കൈവന്ന് ചോദിക്കുന്നേ, ഞാൻ വാസുവിന്റെ ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ടേ. ഞാൻ പറഞ്ഞു യൂസ് ചെയ്തു. എന്തോ അവരാൻ ചെയ്യാൻ ഞാൻ അതായത് എനിക്ക് ഉറപ്പാ എന്തോ അവരാൻ ചെയ്യാൻ. ഇല്ല വാസുവിനൊന്നും പറഞ്ഞില്ല കേട്ടോ, ഒന്ന് മാറ്റി കളഞ്ഞു. മീറ്റിംഗ് റൂം മീറ്റിംഗ് റൂം മീറ്റിംഗ് റൂം. 25 പേരെത്തി. കുറച്ച് സ്വാഗിൽ നമ്മളെല്ലാം പുറകെ കിടക്കാം. ആ ഡ്രീമറിനൊക്കെ അസൂയ തോന്നും കേട്ടോ. അല്ല ചന്ദ്രനൊക്കെ അസൂയ തോന്നേ. നമ്മളിപ്പോ 3 പേരുണ്ട്. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ജട്ടി മാറ്റം ആദ്യമേ. ജെറ്റി ഇതാ എന്റെ ഡ്രസ്. ജെട്ടിപ്പുറത്ത് മാസ്ക് കാണിക്കണേ. അത് കുഴപ്പമില്ല. എത്ര ആൾക്കാരെ ജെറ്റിട്ട് മാസാക്കിനി. സ്റ്റീവ് വന്ന് വന്ന് എന്താ കൊച്ചുറി? സ്ലോ മോഷൻ നടക്കും ഓടല്ലേ അവിടെ വരെ. എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു? ലവ് ഫ്രം MRC. താങ്ക് യു സോ മച്ച് ബ്രോ. വിൻസെന്റ് വരിയ. കേക്കുന്നില്ലെങ്കിൽ അടുത്തോട്ട് വരിക. റേഡിയോയില് പറഞ്ഞാൽ മതി അണ്ണാ. അപ്പാപ്പൻ എന്തി? അപ്പാപ്പൻ വന്നില്ല. അപ്പാപ്പ ഇരിപ്പുണ്ടായിരുന്നു. കത്തിച്ച് കയറുന്നു ചേട്ടാ. എടാ എല്ലാരും റേഡിയോയിലൊന്ന് പേര് മാറ്റിയടാ. യൂസർ 15 17 ഒക്കെ ആരാടാ മടിയന്മാര്? ജോക്കിയൊന്നും പേര് മാറ്റി നോക്കി. 15 ആരായിരിക്കും അപ്പം? അപ്പാപ്പനായിരിക്കും. അപ്പാപ്പ കേക്കോ? അപ്പാപ്പന. ലവ് ഫ്രം TV. താങ്ക് യു. ഡ്രാഗ് മീ അണ്ടർ വാട്ടർ കണ്ണാപ്പി. ഇവനൊക്കെ ഇതെന്തോടെ പിന്നെ മുട്ട ചോണി ഈ ചെയർ ഞാൻ തല്ലി പൊട്ടിക്കുവേ. ഈ ചെയർ ഞാൻ തല്ലി പൊട്ടിക്കും. കുറെ വർഷമായി ഇവൻ എന്നെ മൂഞ്ചിക്കാൻ തുടങ്ങിയിട്ട്. മുട്ടയടിച്ച പളനി പോയി വന്നേക്കോ. ഇതിൽ ഇമ്മോട്ടില്ലേ? അപ്പാപ്പൻ എന്തി? അപ്പാപ്പൻ അപ്പാപ്പൻ എവിടെ പോണ്? ഹലോ ടണലിന്റെ അടുത്ത് നിന്റെ നീ വരണ്ട. ഇത് നമ്മള് ഗ്യാങ്ങിനോടാ അത് നീയാണെന്ന് അറിയിക്കാൻ വേണ്ട. വേറെ അയ്യോ അപ്പനായി പോയേ. ഹിറ്റ് മൈ റെഡ് കാർ. പക്ഷെ അത് കൊള്ളാർന്നതാ. ഞാൻ പറഞ്ഞു ചുണ്ട് സിനിമ മറ്റേ ആ സാധനം ഊരി കളയാൻ. വില്ലുമോനെ എടാ ഞാൻ വാർത്താറ്റില് അപ്പാപ്പൻ ഇട്ടത് അപ്പനായി പോയി. ആരെങ്കിലും അപ്പാപ്പൻ കമ്മിറ്റി വാർത്താറ്റില് അപ്പനായി പോയി കേട്ടാ. എന്നാലും ഞാൻ അച്ഛന്റെ സ്ഥാനത്താണ് അപ്പാപ്പനെ കാണണത്. അറിയാലോ അപ്പാപ്പന്. വാസുവിനെ എന്റെ അപ്പാന്ന് വിളിക്കാത്ത എന്താന്ന് ഇത്ര കാലം ഞാൻ ആലോചിച്ചിരിക്കുന്നു. വാസു ഇപ്പം അതൊക്കെ ശീലമാക്കിക്കോ. അപ്പാപ്പ കുറച്ച് സീരിയസ് ആയിട്ട് വേണം ഇന്ന് സംസാരിക്കാൻ. ഞാൻ ഓൾറെഡി ജോക്കി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്ലോട്ടിന്റെ കാര്യം അതൊക്കെ അറിയാലോ. മാറ്റി മാറ്റി ഇടുന്നതിൽ ഉമ്മാർക്ക് ഫീൽ ബാഡ് ആവാൻ പാടില്ല. ഇനി അത് വിത്തൗട്ട് നമ്മള് ഒരു ഇതില്ലാതെ നമ്മൾ ഇടുന്നുള്ള കാര്യമൊക്കെ സീരിയസ് ആയിട്ട് പറയണം. കുറച്ച് ഇന്ന് ടഫ് AP ആയിരിക്കണം ഇന്ന്. പഴയ KVIP ഇറങ്ങണോ? അത് വേണ്ട. അത്രയും ടഫ് വേണ്ട. അത്രയും വേണ്ടല്ലേ? അത് ഭയമായ TVIP ഇറങ്ങാം. എന്ത് പറയുന്നത്? എന്തോ ഈ വാസുതൊക്കെ ഇട്ടോണ്ട് നടക്കുന്നത്? ജോനം പറഞ്ഞ 28 പേരുണ്ട്. 28 പേര്.
നേരത്തെ പറഞ്ഞ കണക്കാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞ സത്യം കേട്ടോ. ഈ മീറ്റിംഗിന്റെ ഓറ വേറെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം. സൈലന്റ് പ്ലീസ്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു അനദർ ഗ്യാങ് മീറ്റിംഗ്. നമ്മൾ കുറച്ച് നാളായി 10-28 പേരായിട്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് എല്ലാവരും വന്നതിൽ സന്തോഷം. നമുക്ക് ഇനിയും ഒരു 7 പേരൂടെ അപ്പൊ മെയിൻ സ്ലോട്ടിൽ വരാറുള്ളൂ. 7 പേരിൽ കുറച്ച് പേരൊന്നും അവൈലബിൾ അല്ല, ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ വിറ്റാച്ചിയൊക്കെ നാട്ടിലാണ്, അപ്പൊ മോബി അങ്ങനെ കുറച്ച് പേരില്ല. അപ്പൊ എന്തായാലും എല്ലാവരും വന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സന്തോഷം. നമുക്ക് ഇന്ന് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പോസിറ്റീവ് സെൻസിൽ മാത്രം എടുക്കുക. അതായത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എടുക്കരുത്. ആദ്യത്തെ കാര്യം, ഫസ്റ്റ് കാര്യം പറയാം. കഴിഞ്ഞ വട്ടം നമ്മൾ ഗ്യാങ് ടാർഗറ്റ് തന്നായിരുന്നു, ഫണ്ടിന്റെ ടാർഗറ്റ് തന്നായിരുന്നു. അപ്പൊ ഇനി തൊട്ട് എല്ലാ മന്ത്ലിയും നമ്മളിത് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എടാ കണ്ണാപ്പി എത്തിയില്ല. അപ്പൊ കണ്ണാപ്പി ഒന്ന് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ടെർ സെർവർ ആണ്, അതുകൊണ്ട് പവർ യൂസ് ചെയ്യുന്നതൊന്നും പറയില്ല. ടെർ സെർവർ ആയതുകൊണ്ട് അപ്പാപ്പൻ ഇവിടുത്തെ അഡ്മിൻ അല്ലേ. ഷർട്ട് മാത്രം ഇട്ടേ, അപ്പൊ മറ്റേ ഇട്ട് കൊടുക്കാം. മാത്രം ഇട്ട് വന്നേ. ഇവൻ വല്ല ലോറിയിലോ ബസ്സിലോ വല്ല ആയിരുന്നെങ്കിലോ. അയ്യോ, നമ്മളെല്ലാം ചത്തേനെ. 29 പേരുണ്ട്. പറഞ്ഞു എല്ലാവരും പറഞ്ഞു. ടെസ്റ്റർ ആയതുകൊണ്ടാണ് അത് ചെയ്തത്, അല്ലാതെ അതൊന്നും തുറന്നു കൊടുത്തോട്ടെ. യോ ചെവിക്കകത്ത്, എടാ ചെവിക്കകത്ത് പോയടാ എന്റെ. കണ്ടാ ഇരിക്കുന്നു, കണ്ടാ ഇതാണ് പ്രശ്നം. ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്റെ അതാണ്. ഇത് ചെവിക്കകത്ത് പോയത് ഊരി വരില്ല. 3 വട്ടം പറഞ്ഞു. 4 അടിച്ചാൽ കൊല്ലണോ? ഞാൻ ആലോചിക്കാം ചന്ദ്രേ. ഇവിടെ കൊന്ന പിന്നെ അപ്പാപ്പ പൊക്കിക്കോളൂ. അപ്പൊ ഒരു മിനിറ്റ്. പിന്നെന്താ ഹലോ, കരിയോയിൽ തേച്ചാള് ഇവരെ കാണാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. എടാ ഞാൻ കാര്യം പറയട്ടെ വാസു, ഇവിടെ ഇല്ലേ? എന്തോ വേറൊന്നും കാര്യത്തില്ല വാസണ്ണ. നോക്കി കല്യാണം ജോക്കി കേക്കോ? ഞാൻ എഫ് ആയിരുന്നു. വന്നു ഓക്കെ അല്ലേ വാസവനെ? ഓക്കെയാണ്. ചെവിക്കകത്ത് മറ്റേ ബഡ് പോയി. അപ്പൊ പറഞ്ഞു വന്ന എല്ലാം കേട്ടല്ലോ അല്ലേ? അപ്പൊ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാ നമ്മള് കഴിഞ്ഞ വട്ടത്തെ വീണ് എവിടെ നിന്റെ ആരണ്ടര അടിയന്തരത്തിന് മോനെ ഒരുങ്ങണ നീ. അങ്ങോട്ട് അപ്പൊ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാ ഈ പറയണത് പോലെ കുറച്ച് പേർക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പേഴ്സണലി വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കുറച്ച് പേർക്ക് എക്സാം അങ്ങനത്തെ കുറെ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗ്യാങ് ഫണ്ട് എന്ന് പറയുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കിയത്. അത് ഞാനിപ്പോൾ കുറച്ച് പേരെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് നല്ല വെടിപ്പായിട്ടുള്ള പരിപാടിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ആണ് എല്ലാവരുടെയും കേസിൽ മൊത്തത്തിൽ അത് ഒഴിവാക്കിയത്. പക്ഷേ ഈ വട്ടം കാരണം നമുക്ക് ഇനി ഗോകു ഇവിടെ വന്നിരി. ഗോകു വാ. എന്നിട്ട് അപ്പൊ അതിന്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ നിങ്ങൾ കുറച്ച് പേർക്ക് മാത്രം ടാർഗറ്റ് ഒഴിവാക്കി തരുന്നത് നല്ല പരിപാടിയായിട്ട് തോന്നിയില്ല. പക്ഷെ ഈ വട്ടം 83. അപ്പൊ ഈ വട്ടം ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഗ്രൈൻഡിങ് ടാർഗറ്റ് തരികയാണ്. ഗ്രൈൻഡിങ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എടാ എത്ര ഡേറ്റ് അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞേ ചന്ദ്ര, ഒരു ഡേറ്റ് പറഞ്ഞേ, ഒരു ഐഡിയൽ ഡേറ്റ് പറഞ്ഞേ.
ജൂലൈ ഐഡിയൽ ഡേറ്റ് ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് എട്ടല്ലേ? ഇന്ന് എത്ര ഡേറ്റ്? 8. 15-ാം തീയതി. അല്ല 7 ദിവസം വേണ്ട, കുറച്ചുകൂടെ കൂട്ടി കൊടുത്തോ. അയ്യോ അല്ല, ഇത് കഴിഞ്ഞ 2-2.5 മാസമായിട്ട് നമ്മള് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് വാങ്ങാത്ത പൈസയാ. അങ്ങനല്ല ഞാൻ പറയണ. അത് വേണ്ട, അത് കാരണം ആരും ചെയ്തിട്ടില്ല പാപ്പ, ആരും ചെയ്തിട്ടില്ല. കുറെ പേർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ മരപ്പണിയില്ല പാപ്പ, മരം അതല്ല, അപ്പാപ്പൻ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു എമൗണ്ടും ഒരു ഇതും പറഞ്ഞു. പ്രശ്നങ്ങളുണ്ട് കുറെ പേർക്ക് പറ്റില്ലേ, സ്റ്റേബിൾ അല്ലല്ലോ. അന്ന് നിങ്ങളൊരു ഐഡിയൽ ആയിട്ടുള്ള എമൗണ്ട് പറ. എമൗണ്ട് അപ്പാപ്പ ഞാൻ പറയാം. ജൂൺ 25 ജൂൺ 25 ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് പറ. ഒത്തിരി ഹാർഡ് കോർ ആവാനും പാടില്ല, ഒത്തിരി ഇതാവാനും പാടില്ല. 5 കോടി. അത് നിന്റെ ഞാൻ തരാം നിനക്ക്. 17 ദിവസമുണ്ട്, 18 ദിവസമുണ്ട്. 18 ദിവസം, ഒരു 34 കോടി പറ വാസുവിനെ. 35 കോടി. അതിനനുസരിച്ചുള്ള ജോലിയില്ല, ഹണി ജോബ് കളഞ്ഞ്. ആകപ്പാടെ ഹണി 34 കോടി ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുമോ? 2 മണിക്കൂർ വെച്ച് ജോലി ഒരു ദിവസം എടുക്കുവാണെങ്കിൽ ഒരു ദിവസം 2 മണിക്കൂറേ ഉള്ളോ? 2 മണിക്കൂർ ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളു. ഒരു ദിവസം 2 മണിക്കൂർ ഗ്രൈൻഡിങ്ങേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. 2 മണിക്കൂർ ഗ്രൈൻഡിങ്. 35 കോടി ചെറിയ എമൗണ്ടാ. ഞാൻ ഒരു കാര്യം പറയാം, കഴിഞ്ഞ വട്ടത്തെ പോലെ ആയിരിക്കത്തില്ലടാ. കടം മേടിച്ചു കൊണ്ടുതരുന്ന പരിപാടിക്ക് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇത് തരത്തില്ല. സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്യണം, ലോഗ് ചെക്ക് ചെയ്യും. ഈ വട്ടം ലോഗ് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ഇതാക്കത്തുള്ളൂ. കഴിഞ്ഞ വട്ടം ആ ഡേറ്റ പോയതാണ്, സെർവർ വേറെ ഹോസ്റ്റലിലോട്ട് മാറ്റിയപ്പം നമുക്ക് പോയ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ വട്ടം അതുണ്ടാവില്ല. എമൗണ്ട് ആരൊക്കെ ഗ്രൈൻഡ് ചെയ്തെന്നുള്ളത് ഹോസ്റ്റലിൽ നമ്മൾ ഇതിൽ ബാക്ക് എൻഡിൽ ചെക്ക് ചെയ്യും. അല്ലാതെ കടം മേടിച്ചു കൊണ്ടുതരുന്ന ലാസ്റ്റ് മിനിറ്റിൽ ആൾക്കാരെ മേടിച്ചുകൊണ്ട് തരുന്ന പരിപാടി നടക്കത്തില്ല. ഒരു ഡൗട്ട് വെച്ചോട്ടെ? പറഞ്ഞു. നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ 20 കോടി മതി, 25 കോടി. ബ്ലാക്ക് അല്ല, ഞാൻ പറയട്ടെ, ബ്ലാക്ക് വേണ്ട, വൈറ്റ് മതി. ബ്ലാക്ക് വേണോ? ബ്ലാക്കും വേണം, ശരിയല്ല. എന്നാ ബ്ലാക്ക് ആണെങ്കിൽ 20 കോടിയും വൈറ്റ് ആണെങ്കിൽ 34 കോടിയും. ഇപ്പൊ ബ്ലാക്കിന്റെ ചേർത്ത് ഡൗട്ട് ചോദിക്കാണ്. അതിന്റെ ഡൗട്ട് വെച്ചാ ഇവിടെ ചിലവരുടെ 300-400 കോടിയൊക്കെ ഉണ്ട് ഈ കോച്ചിന്റെ. ഇല്ലില്ല, ഞാൻ പറയണത് അതല്ല. അങ്ങനെ പൈസ വേണ്ട. മെമ്പേഴ്സ് ഗ്രൈൻഡ് ചെയ്തിരിക്കണം. ഗ്രൈൻഡിങ് മണിയാണ് എനിക്ക് വേണ്ടുന്നത്. മെമ്പേഴ്സ് ഗ്രൈൻഡ് ചെയ്തിരിക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാ മെമ്പേഴ്സിന്റെയും ബാങ്ക് അക്കൗണ്ട് 0 ആക്കിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഓരോരുത്തരുടെ എമൗണ്ട് എന്റെ കൈ കൊണ്ടുത്താ. ഗാങ്ങിന്റെ ഇതിൽ ഞാൻ കണക്ക് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കി തരാം. നിങ്ങൾ എമൗണ്ട് തരുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഫണ്ട് തിരിച്ചു തരാം. അതെ, എല്ലാരും 1 കോടി വെച്ച് കൈ വെച്ചോട്ടെ, ജീവിത ചെലവിന് വേണ്ടിട്ട്. അല്ല, ജീവിത ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസ കയ്യിൽ വെക്കാം. അത് ശോകമാടാ. അതാ 1 കോടി രൂപ മതി വാസുവിനെ, ധാരാളമാ. മനസ്സിലാക്കാൻ പറ്റൂലേ? പറ്റും വാസുവിനെ. പക്ഷേ ഞാൻ പറയുന്നത് ഒരു എല്ലാവർക്കും ഒരു ഫെയർ ഗെയിം എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ബാങ്ക് ബാലൻസ് നടക്കൂല. അത് ശരിയാവില്ല. ഞാൻ പറയാം, വേണ്ട, ഗ്രൈൻഡ് ചെയ്താൽ മതി. നിങ്ങൾ ഇന്നോട്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഓക്കെ ഗ്യാങ് ഫണ്ട് ആയിട്ട് നിങ്ങൾക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തരാം. പക്ഷേ ഈ 34 CR നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞത് 100 കോടിയും കൊടുത്താണ്ടല്ലോ. ഇല്ല ഇപ്പൊ വേണ്ട. അത് ഒരെണ്ണം കഴിയണ്ട. ഇപ്പൊ വേണ്ട. ഇല്ലെങ്കിൽ വേറെ വഴിയുണ്ട് വാസുവിനെ, തത്സമയത്ത് ഗ്രൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതെ, അല്ലല്ല, നമുക്കറിയാലോ എല്ലാവരും തത്സമയം ഇടത്തില്ല. അപ്പൊ അതാണ് വേറൊരു പ്രശ്നം. ഓക്കെ, ഇല്ല, നോ മോർ ഡിസ്കഷൻ. 34 കോടി ജൂൺ 25-ാം തീയതി. ഒരു മാറ്റം. ഗ്രൈൻഡ് 34 CR ഗ്രൈൻഡ് ചെയ്തിരിക്കണം മെമ്പേഴ്സ്. നിങ്ങൾക്ക് വേറെ ഇത് ഒരു പ്രഷറും ഇല്ലാത്ത ടാർഗറ്റ് ആണ്, ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ചെയ്ത് കൊണ്ടുതരണം. ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ലോട്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുറെ മെമ്പേഴ്സ് വെളിയിലിരിക്കുകയാണ്. അതായത് ഗോഗു, ബോബ്, സക്കീർ ഇവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. സക്കീർ പിന്നെ കുറച്ച് ദിവസങ്ങൾ ആക്റ്റീവ് ആയിട്ട്, പക്ഷേ കുറച്ച് അതിന് മുമ്പേ ആക്റ്റീവ് ആയാണ് വാറ്റും ഇവരൊക്കെ. അപ്പൊ അതിനനുസരിച്ചായിരിക്കും പ്രയോറിറ്റി ഞാൻ ഇടാൻ പോണത്. പിന്നെ കറന്റ് ഞാനിപ്പം ബാലനെ ഇട്ടപ്പം കീരി എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ കളിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഓരോ വീക്കിലും
ഞാൻ ഓരോ പ്ലേയേഴ്സിനെ മാറ്റിയിടും. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ബാഡ് എന്ന് പറയുന്ന ഒരു സാധനം ആവരുത്. നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഉണ്ടാവില്ലെന്നോ അങ്ങനെ എല്ലാം നേരിട്ട് വന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാം. ഇൻ കേസ് അല്ലെങ്കിൽ ഞാനൊരു വീക്കിലി ഒരു 2-3 പേരെ വെച്ച് മാറ്റിയിടും, റൊട്ടേറ്റ് ചെയ്തു. ഒരാഴ്ച ഗ്യാങ് സ്ലോട്ടിന് വെളിയിൽ. അങ്ങനെ നിങ്ങൾക്ക് ആർപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ ഒരുമിച്ച് ചെയ്യാം. കാരണം ഇപ്പൊ അങ്ങനെ എത്തി, നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെ എത്തി. ഈ കഴിഞ്ഞ പ്രീ വാറുകളിലാണെങ്കിൽ പോലും വിളിച്ചു കയറ്റിയാണ് ആൾക്കാരെ വരുത്തുന്നത്. എനിക്കത് മാറ്റണം. ഇനി ആക്റ്റീവ്നെസ് അനുസരിച്ച് മാത്രമേ മെയിൻ സ്ലോട്ടിൽ കളിക്കാനുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ഇപ്പോഴേ പറയാനും. എത്ര ആക്റ്റീവ് ആയവരെ ഞാൻ എടുത്തിടും, അല്ലാത്തവരെ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ RP ചെയ്യുന്ന അല്ലാത്ത അങ്ങനെ നിൽക്കുന്ന PvP അല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ PvP കംപ്ലീറ്റ്ലി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഒരു വീക്ക് നിങ്ങളെ മാറ്റി അടുത്ത വീക്ക് ഞാൻ എന്തായാലും സ്ലോട്ടിലിടും. അല്ലാതെ അടുപ്പിച്ച് 1-2 ആഴ്ച ഈ ആഴ്ച കീരി എനിക്ക് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അവൻ്റെ അടുത്ത് എനിക്കത് പറയാനും പറ്റിയില്ല. അത് ഇനി കണ്ടിന്യൂ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും ഇടും. 7 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. 7 ദിവസത്തിൽ സർക്കിളിൽ ഇങ്ങനെ ഇതായിട്ട് വരും. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് VCയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ഒരു പബ്ലിക്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സ്ലോട്ട് മാറ്റുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഓരോരുത്തരെ മാറ്റിയിടും. അപ്പോൾ അതിനൊരു ഫീൽ ബാഡ് എന്ന് പറയുന്ന സാധനം ആർക്കും വരാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആക്റ്റീവ്നെസ്സിന് ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരാനും പിന്നെ ഗ്യാങ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക, അതാണ് എൻ്റെ ടാർഗറ്റ്. നമ്മൾക്ക് എൻഡ് ഓഫ് ദ ഡേ സിറ്റുവേഷൻ നിങ്ങളൊന്നും വരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും TVക്ക് വേണ്ടി നല്ലപോലെ കളിക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിലേക്ക് എത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ഈച്ച് ആൻഡ് എവരി വൺ, RP പ്ലേയേഴ്സ് ആയിക്കോട്ടെ, PvP പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് പ്രൗഡായിട്ട് പറയാം, ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാങ് ആയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എല്ലാവരും ഇൻഡിവിജ്വലി ഓരോരുത്തരെടുത്ത ഹാർഡ് വർക്കും അതിൻ്റെ ഇനിഷ്യേറ്റീവ്സും വെച്ചിട്ടാണ് നമ്മൾ അവിടെ വരെ എത്തിയത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷൻ ഒരുപാട് ഗ്യാങ്ങുകളുടെ ഡ്രീം പൊസിഷനാണ്, പറയാതിരിക്കാൻ വയ്യ. അതിന് ആരെന്ത് ഒപ്പോസിഷൻ അതിന് പറഞ്ഞാലും അത് ഞാൻ 100% കോൺഫിഡൻസോടെ TVയുടെ ലീഡറായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നിങ്ങളുടെ എല്ലാം കോൺട്രിബ്യൂഷൻസിന് വലിയ വാല്യൂ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യും. സ്ലോട്ടിൽ നിന്ന് മാറ്റിയിടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളോടുള്ള റെസ്പെക്റ്റോ നിങ്ങൾ കളിക്കുന്നില്ല എന്നോ ഉള്ളതല്ല. മേ ബി ചിലപ്പോൾ ഇനാക്ടിവിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഇനാക്ടിവിറ്റി ഇല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും വെളിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാനാണെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. സോ മെമ്പേഴ്സ് എല്ലാവരും പ്ലീസ് ഡു റെസ്പെക്ട് ദ ഡിസിഷൻ. ആൻഡ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി മൈൻഡിൽ അങ്ങനെ ഞാൻ മാറ്റിയിട്ടല്ലോ, അത് മാറ്റിയിട്ടല്ലോ, അല്ലെ ഈ ആഴ്ച ഞാൻ സ്ലോട്ടില്ലല്ലോ, അങ്ങനെ ഒരു സാധനം വരാൻ പാടില്ല. എൻ്റെ അത് റിക്വസ്റ്റ് ആണ്. നിങ്ങളത് ഇതൊരു കമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയണം അങ്ങനത്തെ ഒരു സാധനമായിട്ട് എടുക്കണ്ട. ഞാൻ അതൊരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. കാരണം എനിക്ക് നിങ്ങളെപ്പോലെ എല്ലാ മെമ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. വെളിയിൽ നിൽക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിൻ്റെ പുറകിലുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇത്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു ഒരു വെൽക്കം ചെയ്യുവാണ്. സോ ഞാൻ നമ്മുടെ TVയുടെ 3ാമത്തെ കോ ലീഡറായിട്ട് നമ്മുടെ ജോക്കിയെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നു. ജോക്കി, വെൽക്കം ബാക്ക് ടു കോ ലീഡർ പൊസിഷൻ. അപ്പൊ ഇന്നോട്ട് ജോക്കി ഓൾറെഡി ഗോഡ് ഫാദർ ആണ്. നിങ്ങൾക്ക് കോ ലീഡർ പൊസിഷൻ ഒന്നും വേണ്ട, റെസ്പെക്ട് കൊടുക്കാനെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജോക്കി ഇന്നോട്ട് കോ ലീഡർ പൊസിഷനിലോട്ട് കുറച്ച് ഉത്തരവാദിത്വം, കാരണം ഇവിടുത്തെ മറ്റ് കോ ലീഡറുകളുടെ ഉത്തരവാദിത്വ കുറവ് മൂലമാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എന്ന് ഞാൻ പറയാണ്. കാരണം ഉത്തരവാദിത്വത്തിൽ ഭയങ്കര പുറകോട്ടാണ് മറ്റ് കോ ലീഡറുകൾ. സിറ്റിയുടെ കാര്യം നോക്കാൻ അപ്പാപ്പന് മാറിക്കേണ്ട പല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഞാൻ അപ്പാപ്പനെ പറ്റി അല്ല ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ. എന്തായാലും പോട്ടെ, സബ്ജക്റ്റിനെ പറ്റി നമുക്ക് അധികം സംസാരിക്കണ്ട. ഞാൻ അടുത്തതായി ചന്ദ്രബോസിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മീറ്റിങ്ങിനെ പറ്റിയും ഗ്യാങ്ങിനെ പറ്റിയും പൊതുവായിട്ടും സംസാരിക്കാൻ. അണ്ണാ ഗ്രൈൻഡിങ് ഫണ്ട് എന്നായിരുന്നു? ജൂൺ 25 ജൂൺ 25. മഴയായിരിക്കും. നീ ഇന്നേ വരെ ഗ്യാങ് ഫണ്ട് തന്നെ എന്റെ ഓർമ്മയില്ല സ്റ്റീവേ. ഉണ്ട്. ഇതുവരെ എന്റെ ഓർമ്മയില്ല. ആലോചിക്കണ്ടോ അതിനെ പറ്റി? ഇനി ചന്ദ്രബോസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്ന വള്ളിയുടെ കാര്യം വാസുണ്ടാണ് എന്നെ പറയാൻ ഏൽപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ പറയാണ്. കണ്ട റെഡ് കാർ, യെല്ലോ കാർ, മഞ്ഞക്കാർ, ഷൂല് തട്ടി, ദേഹത്ത് തട്ടി, ഷർട്ടിൽ തട്ടി എന്നൊക്കെ പറഞ്ഞ് തീട്ട വള്ളികൾ എടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. അങ്ങനത്തെ വള്ളികൾ വേണ്ട. സീനിയർ മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ വില്ലുമോനത്തെ പോലത്തെ അച്ചികൾ എന്നാ അത് എൻകറേജ് ചെയ്യാതെ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ കൂടെ നിന്ന് പിരിയേറ്റി കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
വല്ലാണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഓക്കെ, അത് സിറ്റുവേഷനായി. വീണ്ടും ഞാൻ അത് ശ്രദ്ധിച്ച കാര്യം അവന്റെ അടുത്ത് പോയി കൊണയടിക്കുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വേണ്ട, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്ക്. സിറ്റുവേഷൻ നമുക്ക് വേണം, അത് നമുക്ക് എന്തായാലും വരും. അപ്പൊ ചെറിയ ഇങ്ങനത്തെ ഇത് വേണ്ട. ഓക്കെ, ആ പരിപാടിയിലൊന്ന് കുറയ്ക്കണം. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വള്ളി എന്ന് പറഞ്ഞാൽ ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾഫ്രണ്ടിനെ കൊണ്ട് നടക്കുക, അല്ലാതെ ഗേൾഫ്രണ്ടിന്റെ ബെസ്റ്റിയെ തല്ലാനൊന്നും ടി വിക്ക് വരാൻ പറ്റത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം, എന്റെ ഗേൾഫ്രണ്ടിന്റെ പുറകെ നടന്നു, എന്റെ ഗേൾഫ്രണ്ട് രാവിലെ പോയപ്പോ ഷൂള അടിച്ചു, ആ ഷൂള അടിച്ചവനെ ടി വിയെ വെച്ച് തല്ലണം എന്നൊക്കെ ഉദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടി വിയുടെ പുറത്ത്. മനസ്സിലായോ? ജോഗി അതെന്റെ പറഞ്ഞു, ചന്ദ്രൻ പറഞ്ഞു. ജോഗിക്ക് ഡീറ്റെയിൽഡ് സ്പീച്ച് ആണ്. അല്ല, മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഈ കാര്യം തന്നെയാണ്. ബാക്കി അന്ന് പറയട്ടെ, ഇടയ്ക്ക് ജോയിൻ ചെയ്തോളാം. പറഞ്ഞിട്ട് ഞാൻ പറയാം. അല്ല, ജോഗി പറയണം. അടുത്തതായി ടിവിയുടെ കോ ലീഡറായ ഗോഡ് ഫാദറായ ജോക്കിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കുറവാ ജോക്കിയുടെ. ഹലോ 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 എടാ, അതെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഗ്യാങ് വൈസ് കിടിലമായിട്ട് പോകുന്നുണ്ട്. അതിലൊരു സന്തോഷമുണ്ട്, അതിലെല്ലാവർക്കും അഭിമാനിക്കാം. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളി എടുക്കുന്ന കേസ് ചന്ദ്രൻ പറഞ്ഞ പോലെ ഈ കാർ ഇടിച്ചു മുട്ടി അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെയും കുറച്ച് സ്റ്റാൻഡേർഡ് സാധനമാണെന്ന് പറയാം. പക്ഷെ ഈ പെൺപിള്ളേരുടെ മറ്റേ എന്തോനെ പറയുന്നത്, അപ്പൊ അതിനു വേണ്ടിയിട്ട് മറ്റേ ഒരു ബെസ്റ്റി വന്നിട്ട് ചോദിച്ചു, അവന്റെ കുടുക്കെ കയറി പിടിച്ച്, പിന്നെ അത് വള്ളിയായി ഇത് വള്ളിയായി, അവനെ അടിച്ചിട്ട് കയറി, അങ്ങനത്തെ കൈൻഡ് ഓഫ് വള്ളി എടുക്കുന്നത് ഭയങ്കര ശോകമാണ്, പോക്കൃത്തരമാണ്. ഈ സ്വന്തമായിട്ട് പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ നടക്കുന്നതും ആ പെണ്ണെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി ചോദിക്കുന്നതും ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ അതിന്റെ പേരിൽ ഗ്യാങ്ങിനെ ഇൻവോൾവ് ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ ശോകമാണ്. പിന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ നടക്കുകയോ നിങ്ങൾ അർമാദിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തു. പക്ഷെ ഈ ഒരു കേസ് മൈൻഡിൽ വെക്കുക, ദൈവത്തെ ഓർത്ത് മൈൻഡിൽ വെക്കുക. എസ്പെഷ്യലി കണ്ണാപ്പിയുടെ അടുത്താണ് പറയാനുള്ളത്. കണ്ണാപ്പി ചൊറിഞ്ഞ് മറ്റേ ചൊറിഞ്ഞു തുള്ളി നിൽക്കുന്ന സമയത്ത് സംസാരിക്കുന്ന പോലും കേൾക്കത്തില്ല. നിർത്താൻ പറഞ്ഞാൽ നിർത്തത്തില്ല. പിന്നെ എന്തുവാടാന്ന് പറഞ്ഞു അടീ കോമാളി പിടിച്ച് പുറത്താക്കൂ. കുറച്ചുകൂടെ അപ്പൊ പറഞ്ഞു ഞാൻ ഗ്യാങ്ങിനെ ഇൻവോൾവ് ചെയ്തില്ലായിരുന്നു. മറുപടി പറയണേ, കോമൺ ആയിട്ട് പറയാം കണ്ണാപ്പി, കോമൺ ആയിട്ട് പറയുകയാണ്. അപ്പം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ നിങ്ങൾ ഈ ഇതിനകത്ത് 4-5 പേര് ഒരുമിച്ച് RP ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. നമ്മൾ ഗ്യാങ് ഇൻവോൾവ് ആയിട്ട് മൊത്തത്തിൽ ഒരു RP കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കണം. പിന്നെ നാലാമത്തെ എന്തുവായിരുന്നടാ, ഈ ഗ്യാങ്ങിലുള്ളവന്മാര് തന്നെ, ഇത് സംശയമാണ്, ഈ ഗ്യാങ്ങിനകത്ത് ഉള്ളവന്മാര് തന്നെ ഗ്യാങ്ങിനെ കേക്കൊക്കെ എപ്പോഴും കൊണ്ടുവരുന്നേ? എന്നാ കൊണ്ടുവരാണ്, അത് കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞാൽ വരാം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാല്ലേ? അതല്ല, അങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ട് അങ്ങനെ പരിപാടി ഒന്നും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം എന്ന് പറയണ്ടാ ചോദിച്ചത്, എന്താ പരിപാടി എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിനകത്തുള്ള എല്ലാരും അല്ല ഞാൻ ഈ പറയുന്നത്, റേഡിയോ കണക്ട് 83 ചെയ്യുന്നവന്മാർക്ക് മാത്രം കൊള്ളുക. ഗ്യാങ്ങിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഗ്യാങ്ങിന്റെ അസറ്റ് ഒക്കെ അടിച്ചുകൊണ്ട് പോയി വേറെ പലയിടത്തും വിറ്റിട്ട് മൂഞ്ചിട്ട് ജീവിക്കുന്ന കുറെ എണ്ണത്തിനകത്തുണ്ട്. കുറെ എണ്ണമല്ല, ചില ആൾക്കാരുണ്ട്. പണ്ട് പോലെ അപ്പൊ ഒരാളെ പൊക്കിയായിരുന്നു, പക്ഷെ ഇനി അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ഗ്യാങ്ങിന്റെ പുറത്തായിരിക്കും. ദൈവത്തെ ഓർത്ത് അത് ആരാ ഏതാണെന്നൊന്നും നോക്കത്തില്ല. എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് കട്ടും മോട്ടിച്ചും ഓരോരുത്തർക്ക് കൊണ്ടുപോയി വിറ്റും അത് പണയം വെച്ചിട്ടും വേറെ മറ്റേ ഓരോരുത്തന്മാരുമായിട്ട് ഡീലിംഗ് നടത്തുന്നവന്മാരുമായിട്ടൊക്കെ ഇനി എന്തെങ്കിലും ചെയ്തെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കടുത്ത നടപടി തന്നെ ഉണ്ടാവും. ഏതാ പൊസിഷൻ എന്ന് പോലും നോക്കത്തില്ല. ദയവേത് പേരുകൾ വിളിച്ച് ഓരോ പേരുകൾ വിളിച്ച് പൊതുസഭയിൽ ഒരാളെ അബ്യൂസ് ചെയ്യരുത്. നമുക്ക് അങ്ങനെ ഒരു പേര് വിളിക്കല്ലേ. സൈലൻസ്. പിന്നെ വേറെ കാര്യോടെ, എടാ നിങ്ങള്
ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഇന്റർഫിയർ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ ഗ്യാങ് വണ്ടിക്കകത്തും ഗ്യാങ് ഹൗസിലും പെമ്പിള്ളാരെ കയറ്റി കറങ്ങാൻ പാടില്ല. ചന്ദ്രനോടത്ത് കൂടിയാണ് പ്രത്യേകിച്ച് അത് പറയാനാട്ടാ. മറ്റേ നിന്റെ കുടുംബ വണ്ടിയൊക്കെ ഞാൻ കഴിയുന്ന നോക്കിയപ്പോ നീയും അലീനയും മറ്റേ കൊച്ചിറക്കും എല്ലാം ഒരുമിച്ച് വണ്ടിക്കകത്ത് വരുന്നത്. ടൂർ പോകണം ഗ്യാങ് വണ്ടിയിൽ. ഹെലിക്കകത്തും കേട്ടരുത്. കാര്യമായിട്ട് പറയാണ്, നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ വണ്ടികൾ കാണും, അതിനകത്ത് കയറ്റുക. നമുക്ക് ഇവിടെ ആർക്കും പെണ്ണുങ്ങളോട് എതിർപ്പോ അങ്ങനൊന്നും ഇല്ല. പെണ്ണുങ്ങളൊക്കെ ജോക്കിക്കൊക്കെ താല്പര്യമുണ്ട്. അതൊന്നും പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. അങ്ങനെയല്ല പറഞ്ഞത്, അല്ലാതെ പറഞ്ഞതാ. അങ്ങനത്തെ താല്പര്യക്കുറവൊന്നും ഇല്ല നമുക്ക്. പക്ഷെ നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ ഒരു റൂളാണ്, മനസ്സിലായ ഒരു റൂളാണ് അത്. ഈ പറയണത് പോലെ നമ്മള് അല്ല, ഞാൻ വേറെ പറയാം നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടിനെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവരിക, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സംസാരിക്കാനും ജോക്കിയോട് സംസാരിക്കാനോ എന്നോട് സംസാരിക്കാനോ അല്ല, അങ്ങനെ എന്തെങ്കിലും അഡ്രസ്സുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റുകൾ ഇൻവൈറ്റ് ചെയ്യാനോ അങ്ങനത്തെ വരുവാണെങ്കിൽ കൊണ്ടുവരാം. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇവിടെ കയറി വന്നിട്ട് മേളിൽ എന്റെ റൂമിൽ പോയി കുറുകാനൊക്കെ നിന്ന് അടിച്ച് മോണിനകത്തിരിക്കും. ഉള്ള കാര്യം ഞാൻ പറയാം കേട്ടാ. അതിന് പിന്നെ ഗ്യാങ് വണ്ടിക്കകത്ത് അത് കയറാൻ പാടില്ല. ഓക്കെ പറഞ്ഞു ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നിങ്ങൾക്ക് ഇതിനകത്തിരിക്കുന്ന ഒരു 30 എണ്ണത്തിൽ വേറൊരു കാര്യം ചെയ്യടാ. ഇതിനകത്ത് റിലേഷൻഷിപ്പ് ഉള്ളവരെല്ലാം ഒന്ന് കൈവെക്കണേ. ഒന്നൊരു കാര്യം നോക്കാനാ കൈവെക്കടാ. എടാ ഞാൻ ഒന്നും പറയത്തില്ലടാ. സന്തോഷപൂർവ്വം 2 3 4 5 6 7 ഉള്ളവരൊക്കെ ഒന്ന് എണ്ണിക്കണേ. മന്ദാരത്തിനുണ്ട്, മന്ദാരത്തിനുണ്ട് 9 ഇരുന്നു എല്ലാരും ഇരുന്നു. അപ്പം നമ്മള് ഇതിനകത്ത് ഒരു എതിർപ്പും പറയുന്നില്ല. പക്ഷെ ഈ ഗ്യാങ് വണ്ടി കയറ്റ ഹെലി കയറ്റ എന്ന് പറയുന്ന സാധനത്തിനോട് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കി. ഇനി അർജന്റ് കേസസ് മാത്രം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രം അത് കയറ്റുക, അല്ലാത്ത പക്ഷം അത് കയറ്റാതിരിക്കുക. പിന്നെ ഇവിടെ ഒരു ആർക്കേലും ഇവിടെ ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നോ നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം കാണണമെന്നോ അങ്ങനെ ആഗ്രഹം ഉണ്ടോ? വൈഫിന് ഡെലിവറി ഉണ്ട് ജോക്കി അടുത്ത ആഴ്ച. ഇനി അത് കൂടെ ഞാൻ എടുക്കാൻ പോവാം. അല്ല പേരെടുക്കണ്ട ജോക്കി, കുഞ്ഞിനെ കാണാൻ. ഇത് ഒഫീഷ്യലി കല്യാണത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഒഫീഷ്യലി നമ്മുടെ തക്കുടുവാവ വീട്ടിൽ ഒരു കല്യാണത്തിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ അത് ഓൾറെഡി കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ സംസാരിക്കും. ഇത്രേ ഉള്ളൂ. കുറച്ച് വള്ളിയുടെ കേസിൽ പ്രോപ്പറായിട്ട് എടുക്കുക. ഓക്കെ, അടുത്തതായി ടിവിയെ അപ്പാപ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. ടിവി AP പ്ലീസ്. അത് ഇവരെല്ലാരും പറഞ്ഞു കഴിഞ്ഞു. പറയേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് കുട്ടിക്കളിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ചൊക്കെ കാര്യങ്ങളിൽ സീരിയസ്നെസ് കാണിക്കുക. കുട്ടിക്കളിയൊക്കെ നല്ലതാണ്, തമാശയൊക്കെ നല്ലതാണ്. പക്ഷെ സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആവുക. കണ്ടില്ലേ? കുട്ടി വരാറായി. കുഞ്ഞുകളി ഇവനോടൊക്കെയാണ് കുഞ്ഞുകളി എന്ന് പറയണേ. അതാണോ ആ കൊച്ചു വന്നിട്ട് ഡേറ്റ് തന്നിട്ട് ഒരു മുഹൂർത്തം ഒരു മറ്റേ വീടിന്റെ പാലുകാച്ചിന് പറഞ്ഞോന്നല്ലോ വിളിച്ചിട്ട് പോയേ? കാരണം എല്ലാ നടത്താൻ ജുഗ്രപ്പ വാറില് രാരി രാരി ഇതൊക്കെ ഇട്ടാണ് കളിക്കണത്. പിന്നെ ഇപ്പൊ ഓൾറെഡി വാസവൻ പറഞ്ഞായിരുന്നു എല്ലാരോടും, നിങ്ങളുടെ ആക്ടിവിറ്റി ബേസിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി പോലും നിങ്ങളെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് കളിപ്പിക്കേണ്ടി വരും. ആർക്കും അതിന്റെ പേരിൽ ഒന്ന് വിഷമം തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എഫേർട്ടും എല്ലാം വാസവൻ കാണുന്നുണ്ട് അല്ലേ വാസവനെ? ഉറപ്പായിട്ടും. അപ്പം അതിലും ആർക്കൊരു വിഷമം തോന്നണ്ട. അപ്പൊ എങ്ങനെ വാസവനെ? പറഞ്ഞു. അപ്പം ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വ്യക്തിനെയും കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പോ വി ആർ വെൽക്കമിങ് അസെൻസിയോ ടു ടിവിയെ. അസെൻസിയോ
ഗ്രൈൻഡ് ഷെയർ വെൽക്കം ചെയ്തില്ല അവര്. പിന്നെ അല്ലാതെ ഓക്കെ പെട്ടെന്ന് ആവശ്യത്തിന് പറഞ്ഞു അണ്ണൊന്നും പറഞ്ഞു. അല്ല അത് പറയാനായിരുന്നോ? കുഴപ്പമില്ല നമ്മള് ഹലോ 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 അസൻസിയോ, ഹലോ വെൽക്കം ടു TVA. താങ്ക് യു. ഓക്കെ, അതിന് 2 വാക്ക് ഇവൻ എന്റെ അടുത്ത് റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോഴേ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നും അവനോട് സംസാരിക്കാൻ പറയരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ 2 വാക്ക് സംസാരിച്ചോ. നിനക്ക് ആരുടെ താങ്ക് യു പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചോ. താടിയിൽ എന്ത് പറ്റിയടാ? താങ്ക് യു പറയാനില്ല. കളിച്ച ഡീഫോൾട്ടാണ്. സമയത്ത് കളി നിർത്താന്ന് വെച്ചിരുന്നത്. നീ ടീ പിന്നെ നീലയും ബ്രാവും അപ്പം വിളിച്ചോണ്ട് കേറാൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി, അതാ വന്ന. പിന്നെ കളിച്ച് ഞാൻ ടോർക്കിനോടൊക്കെ താങ്ക് യു. എഴുതി വെച്ചത് കറക്റ്റ് ആയിട്ട് വായിക്കടാ പനെ. ഓക്കെ, എന്തായാലും വെൽക്കം ടു TVA. ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ ഇനിയിപ്പോ ശനിയാഴ്ച ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ലിസ്റ്റില് എല്ലാരെയും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ഞാൻ ഇതൊക്കെ ഇടുന്നത്. ബാക്കി എല്ലാവരുടെ അടുത്ത് കേട്ടാ, എല്ലാരും അതിനനുസരിച്ച് ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കൊണ്ടുപോകണം. കാരണം കറന്റ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പൊ എന്തായാലും വെൽക്കം ടു TV ടാ അസൻസിയോ. നീ അവിടെ പേര് അതോ? അസൻസിയോ. നമ്മുടെ കലാപരിപാടി ചോദിച്ചോ. അപ്പൊ മോനെ അസൻസിയോ, പറഞ്ഞു. അപ്പം എന്താണ് നിനക്ക് ഇപ്പോൾ TV-യിൽ കയറിയ ഈ ഒരു സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ എന്താണ് പറയാനുള്ളത്? സന്തോഷം അല്ലേ? അപ്പൊ സന്തോഷമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? 18 വയസ്സ് പ്രായം. 18 ഒരു വർഷം കഴിഞ്ഞ് എല്ലാരോടും ചോദിക്കുന്ന വേറെ കോഴ്സൊന്നും ജോയിൻ ചെയ്തില്ല. പ്ലസ് 2 കഴിഞ്ഞിട്ട് 1 വർഷമായി. നിനക്ക് ഈ ഗ്യാങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേര് പറ. നീല് ഞാൻ പറയട്ടാ. വിട്ടേടാ, നിന്റെ അടുത്താണോ ചോദിച്ചത് കണ്ണാപ്പി? നീല്. ശരി, രണ്ടാമത് അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് ആര്? ഇഷ്ടമുള്ളത് മൂന്നാമത് നിനക്ക് ഇഷ്ടമുള്ള ആരെയാ? മൂന്നാമത് അപ്പാപ്പനെ. എടാ ഇവനും അപ്പാപ്പനും അങ്ങനെ ബന്ധം വരുന്നേ? എന്റെ പൊന്നെ അപ്പാപ്പ, ഇവൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവനെ എടുത്ത് കളയല്ലോ. കാരണം എനിക്കറിയാലോ കാര്യങ്ങള്. ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവനെ ഇപ്പൊ എടുത്ത് കളയുമായിരുന്നു ഞാൻ. ശരി, നിനക്ക് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇഷ്ടമുള്ള ആളെ പറഞ്ഞില്ലേ, ഇതിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ പറ. ഞാൻ ചോദിക്കട്ടെ, നീ വെളിയിൽ T47 നിന്ന് കണ്ട സമയത്ത് ഇതിനകത്ത് ഒട്ടും കണ്ടുവിടാത്തത് എന്നെ അല്ലാത്ത വേറെ ആരുണ്ടായിരുന്നു? കണ്ണാപ്പി ഞാൻ ലോല നീ ഇവനോട് പ്രശ്നമാണാ? അടിയായിരുന്നല്ലേ? കുണ്ടിയായിരുന്നു. എടാ വേറൊരു കാര്യം കൂടെ പറഞ്ഞോടാ. ഞാൻ വേണ്ടാന്നോ? ജോക്കി പറ. എടാ നമ്മള് തമ്മിൽ ഇങ്ങനെ ഒരു കുടുംബമായിട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര വഴക്കും ധാരണയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പരസ്പര വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. ദൈവത്തെ ഓർത്ത് ഇനിയും കാലാകാലങ്ങളോളം അങ്ങോട്ട് അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കണം. ആരേലും എന്തേലും തമ്മിലൊക്കെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം പറഞ്ഞ് സോൾവ് ആക്കുക. നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് ഈ കുടുംബത്തിന്റെ ഒരു ബലം. ഡെസ്ട്രോ നിനക്ക് ഞാൻ സബ്ടൈറ്റിൽ ഇട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പം ദൈവത്തെ ഓർത്തിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെ ഇടപെടുത്താറ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക. മനസ്സിലായോ എല്ലാവർക്കും? സംസാരിക്കുന്നതായിരുന്നു. ഞാൻ എല്ലാ റിക്രൂട്ട്മെന്റ് കഴിയുമ്പോൾ പറയണത് പോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്
അതായത് ഡിസ്മാൻഡിൽ ആയ സമയത്ത് ഈ ബാക്കി ഇവരുടെ കൂട്ടത്തിൽ T47 ഉണ്ടായിരുന്ന കുറെ പേര് KVL കയറി. ഈ പറയണത് പോലെ കുറച്ച് KVL മാത്രമാണെന്നോ KVL കയറി. പിന്നെ വേറെ കുറച്ച് എന്താ ഗ്യാങ്ങിന് വേറെ കുറെ ഗ്യാങ്ങിന് ഇവർക്ക് കുറച്ച് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയണത് പോലെ മറ്റേ PC-യും അങ്ങനത്തെ കുറെ സെറ്റപ്പും അങ്ങനത്തെ കുറെ ഇതൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതില് അസെൻഷിയോ ഇവരെല്ലാം RP നിർത്തുക എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മള് ഇവിടെ ഒന്നും ഓഫർ ചെയ്തല്ല ഇവിടെ ഒരു പ്ലേയേഴ്സിനെയും കൊണ്ടുവരാറുള്ളത്. ഇപ്പോഴേ പറയാണ്, നോർമലി ഇവിടെ TV-യിൽ ഒരു പ്ലെയറിനെ നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് നമുക്ക് തരാൻ പറ്റും. ഒരു സ്ട്രീമിംഗ് കരിയറോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം. അല്ലാതെ PC വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടുത്തെ കുറെ OG ആയിട്ടുള്ള മെമ്പേഴ്സിന് തന്നെ നമ്മൾ എല്ലാവർക്കും PC കൊടുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മളിത് വരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കാര്യത്തില് ഇതായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു പ്ലെയറിനെ പഴയ പ്ലെയേഴ്സിന് കൊടുക്കാതെ പുതിയ ഒരു പ്ലെയറിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ഫെയർ ഡീൽ ആയിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലെയർ വൈസ് ഒരു എക്സ്പോഷർ കൊടുക്കാം. അവർക്ക് ചിലപ്പം ഈ പറയുന്ന പോലെ ഇതിൽ നിന്നൊരു സ്ട്രീമിംഗ് കരിയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് കാര്യം ക്ലിയർ കട്ട് ആയിട്ട് ഞാൻ അസൻഷിയോട് സംസാരിച്ചിട്ടാണ് ഞാനിവിടെ റിക്രൂട്ട്മെന്റ്. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാതെ, കറന്റ് TV-ക്ക് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഈ റിക്രൂട്ട്മെന്റ് എടുത്തേക്കുന്നത് ബ്രാവോയാ. TV-ക്കകത്ത് വന്നതിന് ശേഷം ഒരു ആവശ്യം പോലും ബ്രാവോ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ആവശ്യം പോലും ബ്രാവോ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ബ്രാവോ സിറ്റുവേഷനുകളൊക്കെ ക്ലോസ് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് T47 ഡിസ്ബാൻഡിലായ സമയത്ത് നമുക്കൊരു പ്ലെയറിനെ വേണം എന്നുള്ള ഇത് പറഞ്ഞത് ബ്രാവോ. അങ്ങനെയാണ് ഈ ഒരു സജഷൻ, അസൻഷിയോ എന്ന് പറയുന്ന ഒരു സജഷൻ വരുന്നത്. T47-ന്റെ IG-യിലായിരുന്നു അസൻഷിയോ. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ PvP സൈഡ് കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ വണ്ടേഴ്സ് ഒന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവൻ ഇവിടെ വന്ന്, കാരണം നമുക്കെതിരെ കളിച്ചൊരു ഗ്യാങ്ങിലായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ല. T47 എന്ന് പറയുന്ന ഗ്യാങ് ആക്ച്വലി അതിനകത്ത് നമ്മൾ പേഴ്സണൽ ഇഷ്യൂ TV-ക്കകത്തുനിന്ന് ഇറങ്ങി ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാൻ വലിയ പാടാണ്. ഗ്രാജുവലി അവനിവിടെ സിങ്ക് ആവുകയാണെങ്കിൽ അവനിവിടെ കളിക്കട്ടെ. അവൻ്റെ ഒരു എൻവയോൺമെന്റ് അവന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവനിവിടെ കളിക്കട്ടെ. ബ്രാവോ എന്നോട് പറഞ്ഞത് പൊട്ടൻഷ്യൽ വൈസ് നല്ലൊരു പ്ലെയർ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇവിടെ ഒരു ചാൻസ് കൊടുത്തത്. അല്ലാതെ ഞാൻ ഇതിനു മുമ്പ് T47-നെ പറ്റി പറഞ്ഞതിന്റെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് മാറ്റി പറയാനില്ല. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അത് ബ്രാവോയുടെ ഒരു സജഷൻ ആയിരുന്നു, അത് നമ്മൾ എടുക്കുന്നു. ആൻഡ് ഇത്രയും സ്ലോട്ട് ഇല്ലാത്ത സമയത്ത് പോലും ഞാനിത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പോലും ഞാൻ അങ്ങനെ ഒരു സാധനം കൺസിഡർ ചെയ്തതാണ്. അപ്പോൾ അവന്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ് അസൻഷിയോ. നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. T47 ബിൽഡ് ചെയ്തത് അവനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഒരു കുറച്ച് പേരാണ് T47 ബിൽഡ് ചെയ്തത്. അപ്പോൾ ബാക്കി എല്ലാവരും ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇതാക്കിയപ്പോൾ കളി നിർത്തുക എന്നുള്ള ഡിസിഷനിൽ എത്തിയതായിരുന്നു. പിന്നെ കുറച്ച് പേര് KVL-ലോട്ട് പോയപ്പോഴത്തേക്കിന് അവൻ ഇവിടെ കളിക്കാം എന്നുള്ളൊരു ഡിസിഷനിൽ എത്തി. സോ അപ്പാപ്പൻ கிட்ட സംസാരിച്ചു. ഇപ്പൊ ലോയൽറ്റി പോയിന്റ്സ് എത്ര പേര് இருக்காங்களோ അത്ര പേര് കൂട്ടുമല്ല. സோ ഓരോരുത്തരോட പേഴ്സണൽ ഡേറ്റ വേணும்னு சொல்லி സംസാരിച്ചിട്ടുണ്ട് അപ്പാപ്പൻ கிட்ட. അപ്പാപ്പൻ நம்ம நெக்ஸ்ட் வீக்ல லைக் எவ்ரி வீக் எத்தனை பேர் ஆக்டிவா இருக்காங்கன்றது அறியாம். அப்பாப்பன் அதை ரெடி பண்ணி தரேன்னு പറഞ്ഞിട്ടുണ്ട്. ஓகே 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 சரி, அதுதான். அப்ப ஈஸியா இருக்கும் உனக்கு. ஓகே 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 பா. അതെ, അണ്ണുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കല്യാണം കഴിക്കും. ഐ ആം ഹാപ്പി ടു സീ TV like this. മെയിൻ സിറ്റിയിൽ കയറാനിയോ? മെയിൻ സിറ്റിയിലല്ല, ഇത് സംസാരിച്ചിട്ട് പോകാം ബ്രോ, സംസാരിച്ചിട്ട് പോകാം. എന്താ പറഞ്ഞേ? സംഭുരാൻ വീട്ടിലെ പെரிய വാസുമോനെ ഞാനിങ്ങനെ പറയാറുന്നേ, ഇപ്പൊ തലമൂത്ത് നിൽക്കുന്ന ആൾക്കാരുള്ളപ്പോ വാസുമോന്റെ കല്യാണം ആദ്യം നടത്തുന്നത് മോശമല്ലേ? അത് ശരിയാ. അപ്പാപ്പന്റെ ചാവുന്നതിന് അപ്പാപ്പന്റെ കല്യാണം നടത്തിക്കൊണ്ടു നോക്കി. അല്ല, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പെണ്ണേട്ടാ ചത്തുപോയി അതിന് പ്രേതമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റൂല ജോക്കി. ചാക്കാലം നടത്തേണ്ട പ്രായത്തിന് കല്യാണം കഴിപ്പിക്കാൻ നമ്മളൊക്കെ വരെ പ്രായം വളർന്നു വരുന്നത്.
അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ അണ്ണന് കുറച്ച് കൂടുതലാ. ഞാൻ ഇല്ലി കളിക്ക്. ഇല്ല, അങ്ങനെ നോക്കുവാണെങ്കിൽ അണ്ണന് കുറച്ച് കൂടുതലാ ഒരുപടിയെങ്കിലും. എനിക്ക് കുറച്ച് കൂടുതലാണ്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിയട്ടെ, നിന്റെ മൂപ്പ ഞാൻ തീർക്കുന്നുണ്ട്. അപ്പൊ മെയിൻ സിറ്റി അപ്പാണോ? മെയിൻ സിറ്റി അപ്പാണോ? മെയിൻ സിറ്റി അപ്പാണ്, പക്ഷേ സ്ലോട്ട് ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അടിപൊളി അടിപൊളി. നോക്കി പറഞ്ഞുതരാം, നോക്കി പറഞ്ഞിട്ട് സെക്കൻഡ്. നീ എന്താ മുച്ചിരി ഓർഡർ ഇടണം നീ നമ്മുടെ ബാക്കിയുള്ളവരെ നോക്കാൻ നമ്മുടെ ഇതുപോലെ പറയാ റീസ്റ്റാർട്ട് ആക്കുക. 10 സ്ലോട്ട് ഉണ്ട്. 10 സ്ലോട്ടോ? അടാ പിന്നെ വേറെ ഒരു കാര്യം ഇവിടെ, അയ്യോ അത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, അത് ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ്. എന്തായിരുന്നു? അയ്യോ അല്ല നമ്മളെ അത് വെയിറ്റ് ഇപ്പൊ പറയും. ലോയലിറ്റി പോയിന്റ് നമുക്ക് കുറവാണ്. എങ്ങനെ കുറഞ്ഞ്? റീസെറ്റ് ആയില്ലേ? റിസെറ്റ് അതാണ്, അത് കുറവുണ്ടാവും, അത് കൂടും. അങ്ങനല്ല പറഞ്ഞ മന്ദബുദ്ധി. ലോയലിറ്റി പോയിന്റ് കമ്പാരിറ്റീവ്ലി കൂടുന്നില്ലെന്നാ പറഞ്ഞത്. കാരണം KV ഒക്കെ നമ്മളെ 49 കാർഡ് അവന്മാരുടെ മേടിച്ചായിരുന്നു. അപ്പൊ നമ്മളത് തിരിച്ചു കൊടുക്കാൻ എത്ര നാള് കഴിഞ്ഞിട്ടും നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള കാർഡ് ആയില്ല. ആകെ കൊടുക്കാൻ പറ്റിയത് 37 എണ്ണമാണ്. മനസ്സിലായ? 59 കാർഡ് എന്തോ 59 കാർഡ് എന്താണ് നമ്മൾ KVയുടെ നിന്ന് മേടിച്ചത്. അപ്പൊ അവര് ഇനി ഇത് റീസെറ്റ് ആയാലും നാളെ ഒരു ആവശ്യത്തിന് അവർ ചോദിച്ചാൽ നമുക്കത് കൊടുക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അവർക്ക് ഇപ്പൊ ഒരു ടർഫ് ഇല്ല. അപ്പൊ അവർക്ക് ടർഫ് വിളിച്ചേ പറ്റുള്ളൂ. അപ്പൊ ലോയൽറ്റി പോയിന്റ് കുറവാണ്. അതുകൊണ്ടാണ് ഗ്രൈൻഡിങ് കൂടി കുറച്ച് ഇതാക്കുന്നത്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത്രയും മണിക്കൂറെങ്കിലും ഇവിടെ ഉള്ളപ്പോൾ ലോയൽറ്റി പോയിന്റ് കുറച്ച് കൂടും. ലോയൽറ്റി കാർഡ് നമുക്ക് വേണം. അതിലൊരു 37 കാർഡ് നമ്മൾ MRCക്ക് കടം കൊടുത്തിട്ടുണ്ട്. MRC കാർഡിൽ നിന്ന് നമുക്ക് ചോദിക്കാം. ബാക്കി എന്നാലും സ്റ്റിൽ 22 കാർഡ് നമുക്ക് KVക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ 22 അവരുടെ 37 22 കൂടെ ആവുമ്പോഴത്തേന് 59 കാർഡാവും. അപ്പൊ അത് മേടിച്ച് എന്തായാലും നമുക്കത് കൊടുക്കുക. നമ്മളെ ഒരു ഡൗൺ ടൈം ലെവൽ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പം തിരിച്ച് അവർക്കും നമ്മളത് കൊടുക്കണം. ഇനി എന്ത് റീസെറ്റ് ആയാലും പുതിയതാണെന്ന് പറഞ്ഞാലും അത് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അത് കൊടുക്കണം. ഓക്കെ. അപ്പൊ ലോയൽറ്റി പോയിന്റിന്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പ? ഇത്രേ ഉള്ളു. പിന്നെ സിറ്റുവേഷന്റെ കേസ് ഓൾറെഡി ചന്ദ്രൻ പറഞ്ഞ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും എടുക്കാതെ നമുക്ക് എന്താ പറയണ, നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഭാഗത്തായിരിക്കണം ന്യായം എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. വാസുവൻ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി? അത് അപ്പൊ ഇന്ന് Z30ന്റെ ഒരു സിറ്റുവേഷൻ എന്തോ ഉണ്ടായി. എനിക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ നിങ്ങളുടെ അടുത്ത്. നമ്മൾ KVA TVA ഫ്രണ്ട്ലി ആയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതിലിപ്പോ T47 പ്ലേയേഴ്സ് കയറിയപ്പോഴും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വന്നതുപോലെ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവരെ അവിടെ കളിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ അതല്ല പെട്ടെന്ന് ജസ്റ്റ് അതിന്റെ കൂടെ അഡ്രസ് ചെയ്തേ ഉള്ളൂ. KVA TVA നമ്മൾ ഫ്രണ്ട്ലി ആണെന്ന് കരുതി നമ്മൾ ഒരു ഗ്യാങ്ങിനെ പോലെ ഒരു ഗ്യാങ് ആണെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യരുത്. ഇതിനു മുമ്പും MRCയുടെ സിറ്റുവേഷനിലും നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പം Z30യുടെ സിറ്റുവേഷനിലും 2 ഗ്യാങ്ങിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്. എടാ അവരൊരു സിറ്റുവേഷൻ ഒരു ഗ്യാങ്ങോട്ടാണെന്ന് കണ്ടാൽ അവിടുന്ന് ലീവ് ചെയ്ത് പോ. വേണ്ട നമ്മൾ അല്ലല്ല അപ്പൊ ഞാൻ പറയുവാ, അങ്ങനല്ല ഞാൻ പറയണത്. ഇന്നത്തെ കാര്യം ഓക്കെ ആയിരിക്കും ചിലപ്പം. ഞാൻ പറയുവാണ് ഇനി ഫ്യൂച്ചറിലാണെ പോലും ഇൻ കേസ് കാരണം നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരായിരിക്കും KVക്കകത്തുള്ളത്. അപ്പൊ അവരവിടെ നിന്ന് അടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് വെടികൊണ്ടു എന്ന് പറഞ്ഞു ഫ്യൂച്ചറിൽ ഒരു സിറ്റുവേഷൻ ഒരേ അറ്റ് എ ടൈം ഒരു ഗ്യാങ്ങിനോട് എടുക്കാൻ പാടില്ല. അതിനി എടുക്കത്തില്ല നമ്മൾ. ഇന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെപ്പറ്റി അല്ല പറയുന്നത്. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ വരുവാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല. KV ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നമ്മൾ വണ്ടി എടുത്തങ്ങ് പോവുക, അത് മതി. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ അവിടെ അല്ലല്ല സിയോ ഞാൻ പറഞ്ഞോ ഒരു മിനിറ്റ്. അപ്പൊ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. അവർ വേറൊരു ഗ്യാങ്ങിനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരാ. നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഗ്യാങ് ഉണ്ട്, അവർ ചോദിച്ചോളൂ. അത് നമ്മൾ എടാ നിങ്ങൾ സിറ്റുവേഷൻ ആയില്ലേ, നിങ്ങൾ ഡീൽ ചെയ്യും, ഞങ്ങൾ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കിംഗും ഇല്ല. ഇന്നത്തെ സിറ്റുവേഷൻ പറഞ്ഞോ ശിവ പറഞ്ഞു. സിറ്റുവേഷൻ അവരും KV അല്ല ആക്ച്വലി നടന്നത്. നമ്മളും KVയും പിന്നെ സിറ്റിസൺസ് അവിടെ ഉണ്ടായിരുന്നു റിപ്പയർ ഏരിയയിൽ. അപ്പൊ ഇവര് കുറെ ഗ്യാങ് കൊണ്ടിട്ട് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അവർ അവിടുത്തെ സിറ്റിസൺസ് ആയിട്ട് സംസാരിച്ച് കൊണയായി. അവന്മാര് ആ സിറ്റിസനാണ് വെടിവെച്ചത്. പക്ഷെ അതിൽ KVയുടെ സൈഡ് ആൾക്കാർക്ക് വെടികൊണ്ട് മരിച്ചു. നമ്മുടെ സൈഡിൽ കൈ പൊക്കിയിട്ട് വെടിവെക്കല്ലേ പറഞ്ഞ് ഓടിയ ഗോക്കുവും മരിച്ചു. അപ്പൊ ഗോകുവിനെ കൊന്നെയാണ് നമ്മൾ ചോദിക്കാൻ പോയത്. അപ്പൊ നമ്മൾ ആ ടൈമിൽ KV ആയിട്ട് സംസാരിച്ച് ചോദിച്ചു, ബ്രോ നിങ്ങൾ അടിക്കുന്നുണ്ടോ, എന്താണ് നമ്മൾ അടിക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവരെ കൂട്ടത്തിലുള്ള 2 രൂപമാര് വെറുതെ കൊന്നു. അപ്പൊ അവരും തല്ലാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അതാണ് സിറ്റുവേഷൻ. അവര് ആവശ്യമില്ലാണ്ട് നമ്മളെ 2 പേരെയും സൈഡിലോട്ടും ഫയർ ചെയ്ത ഓൾറെഡി വേറെ സിറ്റിസൺ ആയിട്ട് അവർ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ
ഓക്കെ 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 ഞാൻ സിറ്റുവേഷൻ കണ്ടില്ല. സിറ്റുവേഷൻ എന്തായാലും നോക്കിയിട്ട് നമുക്ക് അപ്പം നമ്മളത് അഡ്മിനായിട്ട് ചോദിച്ചായിരുന്നു. അപ്പൊ അഡ്മിൻ പറഞ്ഞു വെച്ചാൽ അവരാണത് ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം വേറൊരു സിറ്റിസൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഓൾറെഡി നിൽക്കുമ്പം KVനെയും TVനെയും പോയി ഫയർ ചെയ്തു. അപ്പൊ അത് അവർ ഹാൻഡിൽ ചെയ്യണമെന്നാണ് അഡ്മിൻ പറഞ്ഞത്. സെറ്റ് 30. അപ്പൊ എന്നിട്ട് ഇവന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? ചെയ്തപ്പം അവന്മാർ നമ്മൾ 2 ഗ്യാങ് കൂടെ അവരെ ഫോളോ ചെയ്ത് എല്ലാം വേണ്ടിയുള്ള മൈൻഡിൽ നിന്നപ്പം അവന്മാർ നേരെ ഗ്യാങ് ഹൗസ് കയറി വിളിച്ചിരുന്നു. അപ്പൊ അഡ്മിൻ പോയി പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ പുറത്തിറങ്ങി ഹാൻഡിൽ ചെയ്യണമെന്ന്. അവന്മാർ ഗ്യാങ് ഹൗസിനെ പുറത്ത് ഇറങ്ങിയില്ല. അവന്മാർക്ക് ടെമ്പററി സസ്പെൻഷൻ കിട്ടി. സസ്പെൻഷനിലാണോ അവന്മാര്? അവന്മാർ ഇപ്പൊ ടെമ്പററി സസ്പെൻഷൻ ഇല്ല. മാറ്റിയോ? അപ്പൊ ഈ സിറ്റുവേഷൻ അപ്പൊ കണ്ടിന്യൂ ആവുമോ? ഇല്ല വാസവനെ, അത് KVയുടെ സിറ്റുവേഷൻ കണ്ടിന്യൂ ആയതിനു ശേഷം അവർക്ക് നമ്മുടെ സിറ്റുവേഷന്റെ ബേസിസിലും സസ്പെൻഷൻ വരും ഗ്യാങ്ങിന്. അവന്മാർക്ക് 1 മാസത്തോളം കിട്ടും. 1 അല്ല 7 ദിവസം. ഇല്ല നമ്മുടെ സൈഡിൽ ഇല്ല. അപ്പൊ സസ്പെൻഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പൊ നമുക്ക് വേണ്ടേ? ഇല്ല വേണ്ട, സസ്പെൻഷൻ ഒന്നും കൊടുക്കണ്ട. അത് പുതിയ ഗ്യാങ് അല്ലേ, അവരൊന്ന് സെറ്റ് ആയി വരട്ടെ. അപ്പൊ നമുക്ക് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തോ? ഇല്ലടാ കുഴപ്പമില്ല. പോട്ടെ അത് കുഴപ്പമില്ല. അത് അവര് പുതിയ ഗ്യാങ് ആയിട്ട് ഇട്ടതല്ല, അത് കുഴപ്പമില്ല. ഈ വട്ട അതറിയാം. തുണച്ചെന്നുള്ളത് നമുക്ക് അല്ലാതെ കൊടുക്കാം. തുണച്ചെന്നുള്ളത് നമുക്ക് അല്ലാതെ സിറ്റുവേഷൻ ആയിട്ട് കൊടുക്കാം. സസ്പെൻഷൻ വേണ്ട, സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് തീർക്കാം. അടിക്കാം. സസ്പെൻഷൻ വേണ്ട, അത് മതി. നമുക്ക് സസ്പെൻഷൻ വേണ്ട, സസ്പെൻഷൻ കൊടുക്കണ്ട. വിട്ട താളത്തിനൊത്തല്ല എന്തായാലും കൊള്ളണം. നമ്മള് നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറയാം വാസവനെ. ഞങ്ങൾ സിറ്റുവേഷൻ എടുത്തോളാം. അപ്പൊ സസ്പെൻഷൻ വേണ്ട. അല്ല അവർക്ക് അടി കൊണ്ടത് നല്ലൊരു സിറ്റുവേഷൻ വേണോ? അല്ല അപ്പൊ ഞാൻ പറഞ്ഞ അതല്ല. അവന്മാർ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണ്ട. അവന്മാർ കണ്ടിന്യൂ ചെയ്യണമെന്ന് നമ്മൾ പറയണില്ല. ഞങ്ങൾക്ക് സസ്പെൻഷൻ കൊടുക്കാൻ താല്പര്യമില്ല. സിറ്റുവേഷൻ അവർ എടുത്തില്ല, ഞങ്ങൾ വേറെ സിറ്റുവേഷൻ എടുത്ത് തല്ലിക്കോളാം. സസ്പെൻഷൻ കൊടുക്കണ്ട നമ്മുടെ സൈഡിൽ നിന്ന്. നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. എടാ അപ്പൊ മെയിൻ സിറ്റി കയറി എത്രേ ഉള്ളൂ. മീറ്റിംഗ് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മെയിൻ സിറ്റി കയറാൻ